കഥ തുടരുന്നു. 3 മാസം കഴിഞ്ഞാൽ ഓഫീസിൽ പെർഫോമൻസ് റിവ്യൂ ഉണ്ടാകും. പണിയൊക്കെ വൃത്തിയിൽ ചെയ്താൽ ചിലപ്പോൾ ഒരു ബോണസ് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് കേട്ടതിനാൽ ഓഫീസിൽ വന്നാൽ ഇപ്പോൾ അവൾക്ക് നല്ല ആത്മാർത്ഥതയാണ്. കാര്യമായി പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ലയയുടെ കോൾ വന്നത്. ഇപ്പോൾ എടുത്തില്ലെങ്കിൽ പിന്നെ ഈ അടുത്ത കാലത്തൊന്നും പുള്ളിക്കാരിയെ സംസാരിക്കാൻ കിട്ടില്ലെന്ന് ഉറപ്പുള്ളതിനാൽ അവൾ രണ്ടാമതൊന്നും ആലോചിക്കാതെ ഫോൺ എടുത്തു. അമ്മോ, നീ ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ പറയുന്നത് കേട്ടാൽ മതി. ആൽവിൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്. ഇന്നലെ ഞങ്ങൾ പുറത്തു പോയി ഓരോന്ന് സംസാരിച്ചപ്പോൾ ഞാൻ നിൻ്റെ കാര്യം പറഞ്ഞു. പുള്ളിക്ക് ഫോട്ടോ കണ്ടപ്പോൾ ഇഷ്ടമായി. നീ ഒന്ന് സംസാരിച്ച് നോക്ക്. നീ അവനെ കെട്ടിയാൽ നിനക്ക് ഇവിടേക്ക് താമസം മാറല്ലോ. നമ്മൾക്ക് രണ്ടാൾക്കും ഒരുമിച്ച് നിൽക്കാം. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്ത് രസമായിരിക്കുമെന്ന്. എൻ്റെ ലയ, എനിക്ക് ആരെയും കെട്ടണ്ട. അല്ലെങ്കിലും കെട്ടിയാൽ തന്നെ ഞാൻ എന്തിനാണ് എൻ്റെ ഇവിടുത്തെ ജോലി കളഞ്ഞ് അവിടെ വന്ന് നിൽക്കുന്നത്? അവൻ വേണേൽ ഇവിടെ വരട്ടെ. ആൺകുട്ടികളുടെ സൗകര്യം നോക്കി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നതിൽ എന്താ കാര്യം? ഓ, തുടങ്ങി അവളുടെ ഫെമിനിസം. നീ കെട്ടണ്ട, ചുമ്മാ സംസാരിക്കേ. ഞാൻ അവനോട് പറയാം നീ മെസ്സേജ് ചെയ്യുമെന്ന്. ഞാൻ സംസാരിക്കില്ല. എനിക്കിപ്പോൾ നല്ല സമാധാനമുണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചേക്കാം. ഒന്ന് സംസാരിച്ചതിൻ്റെ ക്ഷീണം ഇതുവരെ തീർന്നിട്ടില്ല. അമ്മു, എല്ലാ ആൺകുട്ടികളും ഒരേപോലെയാണോ? കഴിഞ്ഞത് കഴിഞ്ഞു. അതാലോചിച്ച് നീ നിൻ്റെ ലൈഫ് കളയുന്നത് എനിക്ക് കാണാൻ വയ്യ. ഞാൻ ഓഫീസിലാണ്, പിന്നെ വിളിക്കാം. നീ പറഞ്ഞ കാര്യം ഒരിക്കലും നടക്കാൻ പോണില്ല. അതിഥി മറുപടിക്ക് കാത്തു നിൽക്കാതെ ഫോൺ വെച്ചു. വൈകിട്ട് ആൻറ്റിയുടെ വീട്ടിലേക്ക് നടക്കവേ ലയയെ വിളിച്ചാലോ എന്നവൾ ആലോചിച്ചു. അല്ലെങ്കിൽ വേണ്ട, അവൾ പിന്നെയും ഓരോന്ന് പറഞ്ഞ് പഴയ കാര്യങ്ങളൊക്കെ എടുത്തിടും. അവൾ വാട്സപ്പ് തുറന്ന് ലയയ്ക്ക് ഒരു വോയിസ് മെസ്സേജ് അയച്ചു. ലയ, എനിക്കറിയാം ഞാൻ ഹാപ്പിയായി ഇരിക്കാൻ വേണ്ടിയാണ് നീ ഇതൊക്കെ ചെയ്യുന്നതെന്ന്. പക്ഷേ ഞാൻ ഓക്കെയാണ്. ഈ ലൈഫായി ഞാൻ അഡ്ജസ്റ്റ് കഴിഞ്ഞു. എനിക്കിനി ആരെയും സ്നേഹിക്കാനൊന്നും വയ്യ. നമുക്കിനി ഈ കാര്യം സംസാരിക്കേണ്ട. ഹാപ്പി വാലൻറ്റൈൻസ് ഡേ ടു മൈ വാലൻറ്റൈൻ സിസ്റ്റർ എവർ. ഇന്ന് പട്ടിയൊന്നും കടിക്കാൻ വന്നില്ലേ ചേച്ചി? ഡോർ തുറന്ന പാടെ ശാലു കളിയാക്കി ചോദിച്ചു. ഏതോ ഫ്ലാറ്റിൽ ഫുഡ് ഡെലിവറിക്ക് വന്ന ഒരു പയ്യനുണ്ടായി. ഞാൻ അവൻ്റെ സൈഡ് പിടിച്ച് നൈസായിട്ട് അകത്ത് കയറി. ആൻറ്റി എവിടെ? അമ്മ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയതാ. കുറച്ച് കഴിഞ്ഞേ വരൂ. വാ, നമുക്ക് കഴിക്കാം. ഞാൻ ചേച്ചിയെ വെയിറ്റ് ചെയ്യായിരുന്നു. ആൻറ്റിയെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാൻ അങ്കിൾ സമ്മതിച്ചോ? അതിന് അച്ഛൻ ഇവിടെ ഇല്ലാലോ. ഇന്നലെ നാട്ടിൽ പോയില്ലേ? ആഹാ, അതാണ് നിൻ്റെ മുഖത്തൊരു സന്തോഷം. അച്ഛനും അമ്മയും ഒന്നും വീട്ടിൽ ഇല്ലാത്തതുകൊണ്ടാ ആകുല്ലേ ഈ ബാൽക്കണിയുടെ ഡോറിങ്ങനെ തുറന്നിട്ടേക്കുന്നത്? അതിഥി ബാൽക്കണിയിൽ നിന്നുകൊണ്ട് വിളിച്ചു ചോദിച്ചു. ഞാൻ ചെടിക്ക് വെള്ളമൊഴിക്കാൻ തുറന്നതാ. ചേച്ചിക്ക് ഇപ്പോൾ ഫുൾ സംശയമാണല്ലോ. ശാലു, ദേ ഇങ്ങോട്ട് വന്നേ. ആ നിൽക്കുന്ന 2 പയ്യന്മാരിൽ ആരേലുമാണോ നീ അന്ന് പറഞ്ഞ കാണാൻ കൊള്ളാവുന്ന ചേട്ടൻ? അതിഥിയുടെ ചോദ്യം കേട്ട് ശാലു ഡൈനിങ് ഹാളിൽ നിന്ന് ഒന്ന് എത്തി നോക്കി. ഹേയ്, അല്ല, ആ ചേട്ടനെ 2 ദിവസമായി കാണാനില്ല. ആഹാ, അത്ര നല്ല ഒബ്സർവേഷൻ ആണല്ലോ. ഈ ആത്മാർത്ഥത +2 റിസൾട്ട് വരുമ്പോൾ അതിൽ കാണണട്ടോ. ഇനി ഞാൻ എന്നാണാവോ നിൻ്റെ ഈ അജ്ഞാത കാമുകനെ കാണാൻ പോകണേ? അതിഥി കളിയാക്കി ചോദിച്ചു. അയ്യേ, അവനെൻ്റെ കാമുകനൊന്നുമല്ല. പിന്നെ നീ എന്തിനാ ആ ഫ്ലാറ്റിലെ കാര്യം പറയുമ്പോൾ തന്നെ ഇത്ര നാണിക്കുന്നേ? എനിക്കൊരു നാണവുമില്ല, ചേച്ചിക്ക് തോന്നുന്നതാ. ശാലുവിന് ആ പയ്യൻ്റെ മേൽ ഒരു കണ്ണുണ്ടെന്ന് അതിഥിക്ക് നന്നായി മനസ്സിലായെങ്കിലും കൂടുതൽ ചോദിച്ച് വെറുപ്പിക്കേണ്ടെന്ന് കരുതി അവൾ വിഷയം മാറ്റി. രാത്രി റൂമിലെത്തിയപ്പോൾ വരാന്തയിൽ ഫോണും വിളിച്ച് ദേവിക നിൽപ്പുണ്ടായിരുന്നു. അതിഥിയെ കണ്ടപാടെ അവൾ ഫോൺ കട്ട് ചെയ്ത് ഓടി അടുത്തെത്തി. വാലൻറ്റൈൻസ് ഡേക്ക് ഒരുപാട് സമ്മാനമൊക്കെ കിട്ടിയെന്ന് തോന്നുന്നല്ലോ. ചേച്ചിക്ക് എങ്ങനെ മനസ്സിലായി? ഇതൊക്കെ കഴിഞ്ഞല്ലേ നമ്മളും വരുന്നേ. അത് പോട്ടെ, എന്തൊക്കെ കിട്ടി? ഞാൻ ഇന്ന് ക്ലാസ്സിൽ പോയില്ല. ഞങ്ങൾ രണ്ടാളും കൂടെ കറങ്ങാൻ പോയി. ഇവിടെ അടുത്ത് ഒരു അടിപൊളി റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ പോയി ഫുഡൊക്കെ കഴിച്ച് റൈഡിന് പോയി. പിന്നെ അവൻ എനിക്ക് കുറേ ഡ്രസ്സൊക്കെ വാങ്ങിത്തന്നു. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. നീ എന്ത് മേടിച്ചു കൊടുത്തു? ഞാൻ ഞങ്ങളുടെ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്തു. വലിയ ഗിഫ്റ്റ് വാങ്ങാനുള്ള ക്യാഷ് എൻ്റെ കയ്യിൽ എവിടുന്നാ? അപ്പോൾ അവനെവിടുന്ന ഇതൊക്കെ വാങ്ങാൻ ക്യാഷ്? ആൺകുട്ടികൾക്ക് എങ്ങനെയെങ്കിലും ക്യാഷ് കിട്ടുമല്ലോ. നമ്മളെപ്പോലെ അല്ല. ഈ ആൺകുട്ടികൾക്ക് മേലോട്ട് നോക്കി നിന്നാൽ കയ്യിൽ ക്യാഷൊന്നും വരില്ല ദേവു. ഒന്നുകിൽ വീട്ടിൽ ഉടായ്പ പറയുന്നുണ്ടാകും, അല്ലെങ്കിൽ പാവം വല്ല പണിക്കും പോകുന്നുണ്ടാവും. ഞാൻ വേണമെന്ന് പറഞ്ഞില്ലല്ലോ. എല്ലാം അവൻ ഇഷ്ടത്തിന് വാങ്ങിത്തരുന്നതല്ലേ. ചേച്ചി എന്താ ഒരുമാതിരി എന്നെ കുറ്റപ്പെടുത്തും പോലെ സംസാരിക്കുന്നത്? അതിഥി പറഞ്ഞത് ദേവിക്ക് ഇഷ്ടമായില്ല. അയ്യോ, ഞാൻ നിന്നെ കുറ്റപ്പെടുത്താൻ പറഞ്ഞൊന്നുമല്ല. രണ്ടാൾക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് തന്നെ അത് പണിയാവാൻ ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നീ അത് വിടൂ. അതിഥി വേഗം വിഷയം മാറ്റി. നീ പിന്നെ റൂമിലേക്കൊന്നും വന്നില്ലല്ലോ. സാക്ഷിയെ പേടിച്ചിട്ടാണോ? ഹേയ്, അല്ല, കുറച്ച് തിരക്കായിപ്പോയി. ഞാൻ ഇടയ്ക്ക് വരാം. ചേച്ചി പുതിയ ബിൽഡിങ്ങിലേക്ക് മാറുമ്പോൾ ഫോൺ വിളി ബാക്കിയുണ്ട്. പിന്നെ കാണാട്ടോ. ദേവു റൂമിലേക്കുള്ള പടികൾ കയറി. ദേവികയോട് അത്രയൊന്നും പറയേണ്ടായിരുന്നുവെന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ അതിഥിക്ക് തോന്നി. എന്തിനാണ് മറ്റുള്ളവരുടെ കാര്യത്തിൽ പോയി താൻ അഭിപ്രായം പറയാനും ഉപദേശം നൽകാനും നിൽക്കുന്നത്? അവൾ അവളുടെ തലമണ്ടിക്ക് തന്നെ 2 കൊട്ടുകൊടുത്തു. ഒരുപക്ഷെ ദേവികയിൽ എവിടെയൊക്കെയോ തന്നെ കാണുന്നതുകൊണ്ടാകും താൻ അനുഭവിച്ച കടന്നുപോയ വേദനകൾ അവൾ കൂടെ അനുഭവിക്കേണ്ടെന്ന് കരുതിയാകും. അവൾ ഓരോ കാരണങ്ങൾ കണ്ടെത്തി സ്വയം ആശ്വസിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഫോണിൽ അങ്കിളിൻ്റെ കോൾ വന്നത്. അവൾ സമയം നോക്കി. 1 മണി കഴിഞ്ഞിരിക്കുന്നു. ആൾ എന്തിനാണ് ഈ സമയം തന്നെ വിളിക്കുന്നത്?
ഇനി എന്തെങ്കിലും അത്യാവശ്യമാവുമോ? നാട്ടിൽ വല്ല പ്രശ്നങ്ങളുണ്ടായി കാണുമോ? നീ ആ ഫോൺ എടുക്കുന്നില്ലെങ്കിൽ കട്ട് ചെയ്യുകയെങ്കിലും ചെയ്യ്. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. റിങ് ചെയ്യുന്ന ഫോണിലേക്ക് തുറച്ചു നോക്കിക്കൊണ്ടിരുന്ന അതിഥിയോട് ഉറക്കച്ചടവിൽ സാക്ഷി വിളിച്ചു പറഞ്ഞു. അവൾ ഫോൺ അറ്റൻഡ് ചെയ്തു. ഹലോ മോളെ, ഉറങ്ങിയോ? ഫോണിൽ അങ്കിൾ തന്നെയാണ്. സമയം 1 മണി കഴിഞ്ഞില്ലേ? ഞാൻ നേരത്തെ കിടന്നു. എന്ത് പറ്റി അങ്കിളെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, പ്രശ്നമൊന്നുമില്ല. അങ്കിൾ വെറുതെ സംസാരിക്കാൻ വിളിച്ചതാണ്. മോള് വീട്ടിൽ വരുമ്പോൾ ഞാനവിടെ ഉണ്ടാകാറില്ലല്ലോ. ബാംഗ്ലൂർ എല്ലാം ഇഷ്ടമായോ? കുഴപ്പമില്ല. പാതിരാത്രി വിളിച്ച് ബാംഗ്ലൂർ വിശേഷം ചോദിക്കുന്നത് അവൾക്കത്ര ഇഷ്ടമാവാത്തതിനാൽ സംസാരം പെട്ടെന്ന് അവസാനിപ്പിക്കാൻ അവൾ ഒറ്റവാക്കിൽ മറുപടി പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? എവിടെയൊക്കെ പോയി ബാംഗ്ലൂർ വന്നിട്ട്? അവൾക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന കാര്യം മനസ്സിലായിട്ടും വീണ്ടും അങ്കിൾ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. അങ്കിൾ ഇപ്പോൾ എവിടെയാ? ഇവിടെ ഇല്ലേ? ആൻറ്റിയും ശാലുവും എവിടെ? ഞാനിപ്പോൾ നാട്ടിലല്ലേ. ഇവിടുന്ന് ഒരു പെഗ്ഗൊക്കെ അടിച്ച് മൂടായി ഇരിക്കുകയാണ്. അല്ലെങ്കിലും ആൻറ്റി ഉള്ളപ്പോൾ ഇങ്ങനെ വിളിക്കാൻ പറ്റുമോ? നമുക്ക് ഓപ്പണായി ഫ്രീ ആയി സംസാരിക്കാൻ പറ്റില്ലല്ലോ. അങ്കിൾ എന്തൊക്കെയാണ് പറയുന്നത്? ആൻറ്റി അറിയാത്ത എന്താണ് അങ്കിളിന് എന്നോട് ഫ്രീ ആയി സംസാരിക്കാനുള്ളത്? അവൾ അല്പം കടുപ്പിച്ച് ചോദിച്ചു. അയ്യോ, രാത്രി ഉറക്കത്തിൽ നിന്ന് എണിപ്പിച്ചത് കൊണ്ടാണോ മോള് ദേഷ്യപ്പെടുന്നത്? അങ്കിൾ മോളെ ഡിസ്റ്റർബ് ചെയ്യണം എന്ന് കരുതിയല്ല വിളിച്ചത്. ഒരു കാര്യം ചെയ്യാം, അങ്കിൾ ബാംഗ്ലൂർ വന്നിട്ട് നമുക്ക് രണ്ടാൾക്കും കൂടെ ട്രിപ്പ് പോകാം, മോള് റെഡിയാവുമ്പോൾ. അവൾക്കതിന് എന്ത് മറുപടി പറയണമെന്ന് മനസ്സിലായില്ല. ആൻറ്റിയെ ഒഴിവാക്കി സംസാരിക്കാനും ട്രിപ്പ് പോകാനും വിളിക്കാൻ മാത്രം ധൈര്യം അയാൾക്ക് എവിടുന്ന് കിട്ടി? അങ്കിൾ, എനിക്ക് നാളെ ഓഫീസിൽ പോകാനുണ്ട്, ഞാൻ വെക്കുവാണ്. അവൾ ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ തന്നെ വാട്സപ്പിൽ അങ്കിളുടെ മെസ്സേജുകൾ വന്നു തുടങ്ങി. ഞാൻ തിരിച്ചു വരുന്നവരെ ഇടയ്ക്കിടെ വിളിക്കാം, മോൾ ഫോൺ എടുക്കണം. എനിക്കിവിടെ ബാംഗ്ലൂരിൽ വലിയ സുഹൃത്തുക്കളൊന്നുമില്ല. മോളാകുമ്പോൾ നമുക്ക് ഇടയ്ക്ക് മിണ്ടിയും പറഞ്ഞും എല്ലാം ഇരിക്കാലോ. മോൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, മടിക്കേണ്ട കേട്ടോ. താൻ മെസ്സേജ് കണ്ടിട്ട് മറുപടി പോലും കൊടുക്കാതിരുന്നിട്ടും വീണ്ടും ഓരോന്ന് പറഞ്ഞ് അയാൾ മെസ്സേജ് അയക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് ഓക്കാനം വന്നു. ഒരൊറ്റ നിമിഷത്തിൽ ഒരാളെക്കുറിച്ചുള്ള എല്ലാ ധാരണകളും തകർന്നടിഞ്ഞപ്പോൾ കരയാൻ പോലുമാകാതെ അവൾ കട്ടിലിൽ സ്തംഭിച്ചിരുന്നു. മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയോട് എങ്ങനെയാണ് അയാൾക്ക് ഇങ്ങനെ പെരുമാറാൻ കഴിയുന്നത്? സുരക്ഷിതമെന്ന് കരുതി നാം ചേർന്ന് നിന്ന ഇടങ്ങളൊക്കെ നമ്മെ ചേർത്ത് നിർത്തിയത് മറ്റൊരു വിധമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവൾക്ക് കണ്ണു നിറഞ്ഞു. അന്ന് രാത്രി അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഇന്നലെ രാത്രി നടന്നത് ഒരു ദുസ്വപ്നം ആവണമെന്ന് പ്രാർത്ഥിച്ചാണ് അവൾ കണ്ണു തുറന്നത്. നെറ്റ് ഓൺ ചെയ്തപ്പോൾ വീണ്ടും അങ്കിളുടെ കുറേ ഗുഡ് മോർണിംഗ് മെസ്സേജുകൾ. ഓഫീസിൽ പോകുന്നതുവരെ സാക്ഷി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. അവളൊന്നും വ്യക്തമായി കേട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടെന്ന് പറഞ്ഞ് അവൾ നേരത്തെ ഓഫീസിലേക്ക് ഇറങ്ങി. എത്ര ശ്രമിച്ചിട്ടും അവൾക്ക് ഒന്നിലും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ താൻ ഒരുക്കി ഇല്ലാതാവുമെന്ന് അവൾക്ക് തോന്നി. പക്ഷേ ആരെയാണ് വിളിക്കേണ്ടത്? മകൾക്ക് എന്ത് പറ്റിയാലും ഓടിയെത്തുമെന്ന് കരുതി അയാളുടെ കൈയേൽപ്പിച്ച അച്ഛനെയും അമ്മയെയുമോ? വേണ്ട, ഇതറിഞ്ഞാൽ അപ്പോൾ തന്നെ തിരിച്ചു വരാനല്ലാതെ അവർ വേറെ ഒന്നും പറയാൻ സാധ്യതയില്ല. ലയയെ വിളിച്ചാൽ അവളിത് വലിയ പ്രശ്നമാക്കും. അവൾ ഫോണെടുത്ത് ചിറ്റയുടെ നമ്പർ ഡയൽ ചെയ്തു. അച്ഛൻ്റെ മൂത്ത ചേട്ടൻ്റെ മകൻ്റെ ഭാര്യയാണ് ചിറ്റ. ചെറുപ്പത്തിൽ കൂട്ടുകുടുംബത്തിലായതിനാൽ കല്യാണം കഴിച്ച് വീട്ടിൽ വന്ന അന്നു മുതൽ അവൾ ചിറ്റയുമായി നല്ല കൂട്ടാണ്. കുടുംബത്തിൽ മറ്റാരേക്കാൾ അവൾക്ക് സ്നേഹവും വിശ്വാസവും ചിറ്റയോടെയാണ്. ബാംഗ്ലൂരിൽ പോയതിൽ പിന്നെ നിന്റെ ഒരു വിവരമില്ലല്ലോ? ഫോൺ എടുത്ത പാടെ ചിറ്റ ചോദിച്ചു. ചിറ്റയുടെ ശബ്ദം കേട്ട പാടെ അവൾ കരച്ചിൽ നിയന്ത്രിക്കാനാവാതെ പൊട്ടിക്കരഞ്ഞു. അയ്യോ, നീ എന്തിനാ അമ്മു കരയുന്നേ? എന്നെ വെറുതെ ടെൻഷൻ എടുപ്പിക്കാതെ കാര്യം പറ. ഓഫീസിലെ ആളുകൾ വന്നു തുടങ്ങിയെന്ന് കണ്ടപ്പോൾ അവൾ കണ്ണു തുറച്ച് ഫോണുമായി ബാത്റൂമിലേക്ക് നടന്നു കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്ത് വൃത്തികെട്ടവനാണ്! എവിടുന്ന് കിട്ടി അയാൾക്ക് ഇത്രയും ധൈര്യം? നീ അയാളെ വിളിക്ക്, അല്ലെങ്കിൽ ഞാൻ വിളിച്ചത് രണ്ടു പറയാം. വേണ്ട, ഒരു പ്രശ്നമായാൽ ആൻറ്റിയുടെ കാര്യം ഓർത്തു നോക്കൂ. സ്വന്തം അച്ഛൻ ഇങ്ങനെയാണെന്ന് ശാലുവിനോട് ഞാൻ എങ്ങനെ പറയും? നീ അവരോടൊന്നും പറയണ്ട, അയാളെ വിളിക്ക്, എന്നിട്ട് ഞാൻ പറയുന്ന പോലെ അങ്ങ് പറഞ്ഞാൽ മതി. ചിറ്റ ഫോൺ കട്ട് ചെയ്ത പാടെ അവൾ അങ്കിളുടെ നമ്പർ ഡയൽ ചെയ്തു. അങ്കിൾ എന്തിനാ ഇന്നലെ രാത്രി എന്നെ വിളിച്ചത്? ഫോൺ എടുത്ത പാടെ അവൾ കടുത്ത സ്വരത്തിൽ ചോദിച്ചു. ഞാൻ ചുമ്മാ സംസാരിക്കാൻ വിളിച്ചതല്ലേ. നട്ടപ്പാതിരിക്ക് വെള്ളം മടിച്ചിട്ടാണോ മോളുടെ പ്രായമുള്ള പെൺകുട്ടിയോട് സംസാരിക്കാം, ഒറ്റയ്ക്ക് ട്രിപ്പ് പോകാം എന്നൊക്കെ പറയുന്നത്? ഒരാഴ്ച ഇവിടെ ഉണ്ടായിട്ട് ഈ അന്വേഷണമൊന്നും കണ്ടില്ലല്ലോ. ആൻറ്റി ഇല്ലാത്തപ്പോൾ സംസാരിക്കാം എന്ന് പറഞ്ഞത് എന്തുദ്ദേശിച്ചിട്ടാ? അവൾക്ക് ദേഷ്യമടക്കാൻ കഴിഞ്ഞില്ല. അയ്യോ, മോളിതിനെ അങ്ങനെ എടുക്കണ്ട. മോൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുമെന്ന് കരുതി. മോള് ഞാൻ വിളിച്ച കാര്യം ആൻറ്റിയോടൊന്നും പറയണ്ട കേട്ടോ. അങ്കിൾ മയപ്പെട്ട ശബ്ദത്തിൽ അപേക്ഷയെന്നാണ് പറഞ്ഞു. അതെന്താ? ആൻറ്റി അറിഞ്ഞാൽ? അങ്കിൾ സംസാരിക്കാൻ വിളിച്ചതല്ലേ. പറഞ്ഞതിൽ തെറ്റൊന്നും ഇല്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇത്ര പേടിക്കേണ്ട ആവശ്യം എന്താ? ഇനി മേലാൽ എൻ്റെ ഫോണിൽ വിളിക്കരുത്. ആൻറ്റി അറിയാതെയുള്ള ഒരിടപാടും എനിക്ക് അങ്കിളായി വേണ്ട. അവൾ ദേഷ്യത്തോടെ ഫോൺ കട്ട് ചെയ്ത് അയാളുടെ നമ്പർ ബ്ലോക്ക് ചെയ്തു. മനസ്സിൽ നിന്നും എന്തോ ഭാരമിറക്കി വെച്ച സമാധാനത്തിൽ അവൾ വീണ്ടും ചിറ്റയെ വിളിച്ചു. അമ്മോ, നമുക്ക് വേണ്ടി സംസാരിക്കാൻ എപ്പോഴും മറ്റൊരാൾ വരുമെന്ന് കരുതി കാത്തു നിൽക്കരുത്. നിനക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം നടന്നാൽ അപ്പോൾ തന്നെ വെട്ടിത്തുറന്ന് പറഞ്ഞേക്കണം. നീ ധൈര്യമുള്ള കുട്ടിയല്ലേ, നിന്നോട് ഞാൻ ഇതൊന്നും പറഞ്ഞു തരേണ്ടല്ലോ. ചിറ്റ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. എനിക്കറിയാം, പക്ഷേ അങ്കിളിൽ നിന്ന് ഞാൻ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ല.
സാരല്ല പോട്ടെ. ഇനി അയാൾ എന്തായാലും ചെയ്താൽ ബാക്കി നമുക്ക് അപ്പോൾ നോക്കാം. എനിക്ക് മോനെ സ്കൂളിൽ വിടണം. ഞാൻ എന്നിട്ട് വിളിക്കാം. ചിറ്റ ഫോൺ വെച്ചു. രാത്രി ഹോസ്റ്റലിൽ സാക്ഷി ഉണ്ടായിരുന്നില്ല. അവൾ ചേച്ചിയുടെ വീട്ടിൽ പോയി. മുറിയിൽ ഒറ്റയ്ക്കിരുന്നപ്പോൾ അവൾക്ക് ശ്വാസം മുട്ടലെന്ന് തോന്നി. ഫോണിൽ ആൻറ്റിയുടെ മിസ് കോൾ ഉണ്ട്. ഇന്ന് വൈകുന്നേരം വരണമെന്ന് പറഞ്ഞതാണ്. പക്ഷേ അങ്ങോട്ട് പോകാൻ തോന്നുന്നില്ല. അവൾ ഡയറി എടുത്ത് പാർക്കിലേക്ക് നടന്നു. ഹോസ്റ്റലിന് മുൻപിലായി ഒരു ചെറിയ തടാകവും അതിനോട് ചേർന്ന് വിശാലമായ പാർക്കുമുണ്ട്. വൈകുന്നേരം നടക്കാനും കളിക്കാനും എത്തുന്നവരൊക്കെയായി പാർക്ക് സജീവമാകും. നല്ല ചൂടുള്ള ചുട്ട ചോളത്തിനൊപ്പം ഉപ്പുമുളകും തേച്ചു തരുന്ന ഉന്തുവണ്ടിക്കടകളും ഐസ്ക്രീം കടകളുമെല്ലാം അവിടെ നിറയെയുണ്ട്. അവൾ വെളിച്ചം കിട്ടുന്ന ഒരു ബെഞ്ചിൽ പോയിരുന്നു. 18/2/2017. പ്രിയപ്പെട്ട മഹാദേവ്, ഈ നഗരത്തെ വെറുക്കാൻ വീണ്ടും ഒരു കാരണം കൂടി ലഭിച്ചതിൽ സന്തോഷിക്കണോ സങ്കടപ്പെടണോ എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് പേടി തോന്നുന്നു. എങ്ങനെയാണ് മനുഷ്യരെ മനസ്സിലാക്കേണ്ടതെന്നോ വിശ്വസിക്കേണ്ടതെന്നോ എനിക്കറിയില്ല. അയാൾക്ക് എങ്ങനെയാണ് എന്നോട് അങ്ങനെ പെരുമാറാൻ കഴിയുന്നത്? അങ്ങനെ തോന്നാൻ വേണ്ടി ഞാൻ എന്താണ് അയാളോട് ചെയ്തത്? എനിക്കറിയാം മറ്റു പലരുടെയും അവസ്ഥകൾ വെച്ച് നോക്കുമ്പോൾ ഇത് ഒന്നുമല്ലെന്ന്. പക്ഷേ നമുക്ക് നേരെ വരുമ്പോൾ എന്തിനും പൊള്ളുന്ന വേദനയാണല്ലോ. എൻ്റെ നിസ്സഹായതയെ മുതലെടുക്കാനല്ലേ അയാൾ ശ്രമിച്ചത്? ഒരുപാട് സ്വപ്നങ്ങളുമായി പുതിയൊരു നഗരത്തിൽ ചെന്നിറങ്ങുന്ന എല്ലാ പെൺകുട്ടികൾക്കും ഇങ്ങനെ ചില അസ്വസ്ഥതകളിലൂടെ കടന്നു പോകേണ്ടി വന്നിരിക്കില്ലേ? ചിലപ്പോൾ അതിൽ നിന്നും പുറത്തു വരാൻ കഴിയാതെ സ്വപ്നങ്ങളില്ലാത്തവരായി അവർക്ക് മടങ്ങിപ്പോകേണ്ടി വന്നിട്ടുണ്ടാകാം, അല്ലേ? അതെ, പെൺകുട്ടികൾക്ക് ഈ ലോകത്തൊന്നും എളുപ്പമല്ല. ശരീരത്തിനും മനസ്സിനും പോറലേൽക്കാതെ ഒരു ദിവസം ജീവിച്ചു തീർക്കുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ കടമ്പയാണ്. അമ്മ വിളിച്ചപ്പോൾ ഞാൻ ഇതൊന്നും പറഞ്ഞില്ല. പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ലെന്ന് നിനക്കറിയാലോ. ഓഫീസിൽ ആദി ഇന്ന് മുഴുവൻ എൻ്റെ പിറകെ നടന്നു. എന്താണ് സങ്കടം എന്ന് ചോദിച്ചു. പക്ഷേ എനിക്ക് അവനോടും ഒന്നും പറയാൻ തോന്നിയില്ല. എന്താവശ്യത്തിന് വിളിച്ചാലും ഓടി വരാൻ, വിഷമങ്ങൾ വരുമ്പോൾ ഓടി പോകാൻ ഒരു വീടുണ്ടാകുക എന്നതിൽ പരം വലിയ ഭാഗ്യമൊന്നും ഈ നഗരത്തിൽ വേറെ കിട്ടാനില്ല. നീ ഭാഗ്യവതിയാണെന്ന് അവൻ പറയാറുള്ളത്. അവൻ്റെ കണ്ണിൽ ഞാൻ ഭാഗ്യമുള്ള കുട്ടിയായി തന്നെ ഇരിക്കട്ടെ. നീ എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചെങ്കിൽ എന്ന് തോന്നുന്നു ദേവ്. എനിക്കൊന്ന് പൊട്ടിക്കരയണം. ഒരു പക്ഷേ നീ അടുത്തുണ്ടായിരുന്നെങ്കിൽ അയാൾക്കിത് ചെയ്യാൻ തോന്നില്ലായിരിക്കുമല്ലോ. അല്ലെങ്കിലും ഒറ്റയ്ക്കാവുന്ന പെൺകുട്ടികൾ ഓരോ ആണിനും ഒരു അവസരമാണ്. അവരെ വീഴ്ത്താൻ എളുപ്പമാണ്. പക്ഷേ വീണു പോകാൻ ഞാൻ ഒരുക്കമല്ല ദേവ്. എനിക്കിനിയും ജീവിക്കണം. നീ വരുന്ന ദിവസം വരെയെങ്കിലും എനിക്ക് ജീവിച്ചിരിക്കേണ്ടതുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ അതിഥി. നിന്നെ വാർഡൻ വിളിക്കുന്നു. രാവിലെ റൂമിൽ റെഡിയായിക്കൊണ്ടിരുന്ന അതിഥിയോട് മെസ്സിൽ നിന്നും വരുന്ന വഴിക്ക് അശ്വിനി പറഞ്ഞു. എന്നെ എന്തിനാ അവർ വിളിക്കുന്നേ? സാക്ഷി, നീയും കൂടെ വാ, നമുക്ക് പോയി നോക്കാം. അവർ പറയുന്ന കന്നഡ എനിക്ക് മനസ്സിലാവില്ല. അവൾ സാക്ഷിയുടെ കൂട്ട് വിളിച്ചു. രണ്ടുപേരും കൂടെ വാർഡൻ്റെ റൂമിലെത്തിയപ്പോൾ അവിടെ നിറയെ ആളുകൾ കൂടി നിൽപ്പുണ്ടായിരുന്നു. കൂട്ടത്തിലുണ്ടായ പെൺകുട്ടിയോട് സാക്ഷി കാര്യം തിരക്കി. ഹോസ്റ്റൽ ഫീസ് കൂട്ടാൻ പോകുകയാണെന്ന് പറഞ്ഞ് ഒരു നോട്ടീസ് ഇട്ടില്ലേ, അതിന് പരാതി കൊടുക്കാൻ വന്നതാ, അവൾ പറഞ്ഞു. വാർഡൻ കുറച്ച് ദേഷ്യപ്പെട്ടെങ്കിലും പിന്നീട് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചയച്ചു. എന്താ, നിങ്ങളും പരാതി പറയാൻ വന്നാണോ? വാതിൽക്ക് നിന്നുകൊണ്ടിരുന്ന അവരോട് വാർഡൻ അല്പം കടുപ്പിച്ച് ചോദിച്ചു. അല്ല, ഇവളെ വാർഡൻ വിളിച്ചു എന്ന് പറഞ്ഞു. കാര്യം ചോദിക്കാൻ വന്നതാ. അതിഥി അവരുടെ മുഖത്ത് തുറച്ച് നോക്കുന്നതല്ലാതെ ഒന്നും മിണ്ടുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ സാക്ഷി മറുപടി നൽകി. ഞാൻ മറന്നു. അതിഥിയുടെ പുതിയ ബിൽഡിങ്ങിലെ റൂം റെഡിയായിട്ടുണ്ട്. ഇന്ന് തന്നെ മാറാം. 2 ആഴ്ച എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 1 മാസം ആവാറായി എന്നറിയാം. അവിടെ കുറച്ച് വർക്ക് ബാക്കിയുണ്ടായിരുന്നു. റൂമിൽ ഒരു കോളേജ് സ്റ്റുഡൻറ്റ് കൂടെ ഉണ്ടാകും. ഇന്നിപ്പോൾ ഓഫീസിൽ പോകാൻ സമയമായില്ലേ? വൈകുന്നേരം വന്നോളൂ, ഞാൻ ചാവി തരാം. വൈകുന്നേരം വരാം എന്ന് പറഞ്ഞ് അവർ മുറിയിലേക്ക് നടന്നു. മുറിയിലെത്തുന്നവരെ രണ്ടുപേരും പരസ്പരം ഒന്നും സംസാരിച്ചില്ല. നമ്മൾ ഒരുമിച്ച് ഓഫീസിൽ പോകുന്ന ലാസ്റ്റ് ഡേ ആണല്ലേ ഇത്? റോഡിലേക്ക് നടക്കും വഴി സാക്ഷി ചോദിച്ചു. അതിഥി മൂളുകയല്ലാതെ മറുപടിയൊന്നും പറഞ്ഞില്ല. നീ പുതിയ റൂമിലേക്ക് മാറിയാൽ പിന്നെ ഇങ്ങോട്ട് വരില്ലേ? അവൾ വീണ്ടും ചോദിച്ചു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാം. സാക്ഷി റിക്ഷയിൽ കയറുന്നതിനിടെ അതിഥി കൈവീശിക്കൊണ്ട് പറഞ്ഞു. ഓഫീസിലെ ജോലി തിരക്കുകൾക്കിടയിലും മുറി മാറിയാൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചായിരുന്നു അവളുടെ ചിന്ത മുഴുവൻ. നീ ഏത് ലോകത്താണ്? ഭക്ഷണത്തിലേക്ക് കണ്ണുനട്ട് ആലോചനയിൽ മുഴുകിയ അതിഥിയെ തട്ടി വിളിച്ച് ആദ്യ ചോദിച്ചു. എടാ, എന്നോട് നാളെ മുറി മാറാൻ പറഞ്ഞു വാർഡൻ. മാറുന്നത് നല്ലതല്ലേ? കുറച്ചുകൂടി സൗകര്യമുള്ള മുറി കിട്ടില്ലേ നീ? ഈ നാട്ടിൽ വന്നിട്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരേ ഒരു നല്ല കാര്യം സാക്ഷിയായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്. ആ മുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് ഫീലാണ്. എന്തൊക്കെ വിഷമമുണ്ടെങ്കിലും കുറച്ച് സമയത്തേക്ക് അതൊക്കെ മറക്കും. അപ്പോൾ ഞാനോ? എന്നെ നിനക്ക് ഒരു വിലയില്ലല്ലേ? ഞാൻ ഇല്ലെങ്കിൽ കാണാമായിരുന്നു. നിന്നെ ശരണ്യ മൂക്കുകൊണ്ട് അക്ഷരമാല മുഴുവൻ വരപ്പിച്ചേനെ, ആദി അല്പം പരിഭവത്തോടെ പറഞ്ഞു. എൻ്റെ ആദി, അതാണോ ഇപ്പോൾ ഇവിടുത്തെ കാര്യം? എനിക്കറിയാം ഞാൻ ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞാലും ഇനി നീ എൻ്റെ തലേന്ന് പോകില്ലെന്ന്. അതുപോലെ അല്ലാലോ ഈ കാര്യം. എനിക്ക് സാക്ഷിയുടെ കൂടെ നിന്നാൽ മതി. എന്നാൽ നീ വാർഡനോട് പറ. പക്ഷേ ഒരു കാര്യം, ഇനി മേലാൽ ആദി, അവൾ ഞാൻ ചെരുപ്പ് അഴിച്ചിട്ടപ്പോൾ രണ്ടും ചേർത്ത് വെച്ചില്ല, ആപ്പിളിൻ്റെ കുരു റൂമിലിട്ടതിന് വഴക്കു പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് മോങ്ങിക്കൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത്. എനിക്കിങ്ങനെ ഓവർ വൃത്തിയുള്ള ആളുകളെ പണ്ടേ ഇഷ്ടമല്ല.
നീ ഇഷ്ടപ്പെടേണ്ട, ഞാൻ ഇഷ്ടപ്പെട്ടോളാം. ആ എന്തായാലും കാണിക്കേ. നീ വേഗം ഫുഡ് കഴിച്ച് എണീറ്റേ, എനിക്ക് പോയിട്ട് പണിയുണ്ട്. ആദി ധൃതി കൂട്ടി. ഓഫീസ് കഴിഞ്ഞ് ഇറങ്ങാൻ നേരം ആദിയെ വിളിക്കാൻ അവൾ ഡെസ്കിലെത്തിയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ആദി, ഞാൻ നേരത്തെ ഇറങ്ങുവാണ്, വാർഡനെ കാണണം. പിന്നെ നിനക്ക് ഈ ഇടയ്ക്കായിട്ട് നല്ല കള്ളത്തരമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എങ്ങോട്ടോ മുങ്ങുന്നുണ്ട്, ഞാൻ കണ്ടുപിടിച്ചോളാം. ടേബിളിലുണ്ടായിരുന്ന സ്റ്റിക്കി നോട്ട് എടുത്ത് ഇത്രയും എഴുതി അവൻ്റെ ലാപ്ടോപ്പ് സ്ക്രീനിൽ ഒട്ടിച്ചു വെച്ച് അവൾ വേഗം ഹോസ്പിറ്റലിലേക്ക് ഊബർ വിളിച്ചു. വാർഡനോട് അറിയാവുന്ന ഹിന്ദിയിലും കന്നഡയിലും അവൾ കാര്യം പറഞ്ഞു. അവർക്കിപ്പോൾ കുറച്ച് വാടക കൂടുതൽ കിട്ടുന്ന മുറി ഒഴിഞ്ഞു കിട്ടുന്നത് സൗകര്യമായതിനാൽ പെട്ടെന്ന് തന്നെ സമ്മതം മൂളി. എന്തായാലും സാക്ഷി വരുമ്പോൾ അവളെ ഒന്ന് ഇളക്കി നോക്കാം. അതിഥി റൂമിലെത്തി കബോർഡിൽ നിന്നും ഡ്രസ്സൊക്കെ വാരി ബെഡിലിട്ടു. കട്ടിലിനടിയിൽ നിന്നും സൂട്ട് കേസ് എടുത്ത് അടുക്കി വയ്ക്കാൻ തയ്യാറായി നിന്നു. ഡോറിൽ കൊട്ട് കേട്ടതും മുഖത്തൽപ്പം വിഷമം വരുത്തി അവൾ ഡോർ തുറന്നു. ഓ, നീ പാക്കിംഗ് തുടങ്ങിയോ? സാക്ഷി ക്ഷീണിച്ച ശബ്ദത്തിൽ ചോദിച്ചു. ആ, നീ ഒന്നും ഹെൽപ്പ് ചെയ്യൂ, എനിക്കിത് ഒറ്റയ്ക്ക് വയ്യ. 1 മണിക്കൂറിനുള്ളിൽ മാറണം എന്നാണ് വാർഡൻ പറഞ്ഞത്. അവൾ നിലത്തിരുന്ന് ഡ്രസ്സ് അടുക്കി വയ്ക്കാൻ തുടങ്ങി. ഒരു 2 മിനിറ്റ് സാക്ഷിയുടെ അനക്കമൊന്നും കേൾക്കാതെ ആയപ്പോൾ അവൾ തിരിഞ്ഞു നോക്കി. ബെഡിൽ കമിഴ്ന്നു കിടന്ന് വിതുമ്പി കരയുകയാണ് പുള്ളിക്കാരി. അത് കണ്ടതും അതിഥിക്കും സങ്കടം വന്നു. അവൾ ബെഡിലേക്ക് കിടന്ന് സാക്ഷിയെ കെട്ടിപ്പിടിച്ചു. അതിഥി, നീ പോകണ്ട. ഞാൻ ഇനി നിന്നോട് പ്ലേറ്റ് വെള്ളം പോകാതെ കമിഴ്ത്തി വയ്ക്കാൻ പറയില്ല. ചോക്ലേറ്റ് കവർ നിലത്തിട്ടാൽ ചീത്ത പറയില്ല, സത്യം. സാക്ഷി എഴുന്നേറ്റിരുന്ന് വിതുമ്പലോടെ പറഞ്ഞു. ഉറപ്പാണോ? അവളുടെ കണ്ണുനീർ തുളിച്ചുകൊണ്ട് അതിഥി ചോദിച്ചു. ഹാ, ഞാനാണേ സത്യം. അവൾ കൈ തലയിൽ വെച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ ഞാൻ പോണില്ല. ശരിക്കും? സാക്ഷി വിശ്വാസം വരാതെ കണ്ണു തുറച്ചുകൊണ്ട് ചോദിച്ചു. ആ, വാർഡനോട് ഞാൻ വൈകുന്നേരമേ വന്നു പറഞ്ഞു റൂം മാറുന്നില്ലെന്ന്. അവൾ സാക്ഷിയെ മുറുക്കെ കെട്ടിപ്പിടിച്ചു. അമ്മോ, നീ എന്നാണ് നാട്ടിൽ വരുന്നത്? 2 മാസം കഴിഞ്ഞാൽ വരെ എന്നല്ലേ പറഞ്ഞത്? ഇതിപ്പോൾ മാസങ്ങൾ കുറേ ആയല്ലോ. ഫോണിലൂടെ അമ്മ പരിഭവം പറഞ്ഞു. വരണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ജോലി തിരക്കൊക്കെ കഴിയണ്ടേ. ഇന്നലെ ആൻറ്റിയെ വിളിച്ചു. നീ കുറേ കാലമായി അങ്ങോട്ട് പോകാറേയില്ല എന്നാണല്ലോ കേട്ടത്. ആൻറ്റിക്ക് നല്ല വിഷമമുണ്ട്. നീ ഇന്ന് എന്തായാലും ഒന്ന് പോയി കാണൂ, അല്ലെങ്കിൽ അവർ എന്ത് വിചാരിക്കും? നീ അവിടെ വന്ന സമയത്ത് എല്ലാ സഹായത്തിനും അവരെല്ലാം ഉണ്ടായിട്ടുള്ളൂ. ആ അമ്മേ, ഞാൻ പോയേക്കാം. അവൾ സംസാരം അവസാനിപ്പിക്കാനെന്നാണോ പറഞ്ഞു. ശാലുവിനെയും ആൻറ്റിയെയും ഇടയ്ക്ക് പുറത്തു വെച്ച് കാണാറുണ്ട് എന്നല്ലാതെ ആ സംഭവത്തിൽ പിന്നെ 2 മാസത്തോളമായി ആൻറ്റിയുടെ വീട്ടിലേക്ക് പോയിട്ടില്ല. ഓരോ ജോലി തിരക്കുകൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ്. കഴിഞ്ഞ ദിവസം സാക്ഷിയും ചോദിച്ചു എന്താ ഇപ്പോൾ അവിടേക്ക് പോവാത്തതെന്ന്. ഇവരോടൊക്കെ എന്ത് മറുപടിയാണ് പറയേണ്ടതെന്ന് അവൾക്കറിയില്ല. ഇടയ്ക്കൊക്കെ സത്യം പറയുന്നതിനേക്കാൾ നല്ലത് മൗനമാണെന്ന് തോന്നും. ഓരോന്നാലോചിച്ച് വരാന്തയിൽ നിന്നുകൊണ്ടിരുന്ന അവളെ ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ സാക്ഷി ഫോൺ വിളിച്ച് റൂമിലേക്ക് പോയി. അവൾ ഇത് കുറച്ച് ദിവസമായി ഓഫീസിൽ നിന്ന് വരുമ്പോഴും പോകുമ്പോഴും എല്ലാം ഫുൾ ഫോൺ വിളിയാണല്ലോ. എന്താണ് ഏർപ്പാട് എന്നറിയണമല്ലോ. അതിഥി കഥക് തള്ളി തുറന്നകത്ത് കയറി. നീ ആരോടാണ് ഈ രാവിലെ മുതൽ രാത്രി വരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഡ്രസ്സ് മാറിക്കൊണ്ടിരുന്ന സാക്ഷിയോട് അവൾ ചോദിച്ചു. സിദ്ധിനോട്. അവൾ കൂളായി മറുപടി പറഞ്ഞു. സിദ്ധോ? അതാരാ? നിനക്കെന്താ അതിഥി, ഓർമ്മശക്തിയെല്ലാം പോയോ? ഞാൻ അന്ന് പറഞ്ഞില്ലേ ഓഫീസിലുള്ള പയ്യനാണ്, ഞങ്ങൾ നല്ല കൂട്ടാണെന്നൊക്കെ. എന്നോടാരും പറഞ്ഞില്ല, അതിഥി പരിഭവിച്ചു. നീ ഇപ്പോൾ വേറെ ഏതോ ലോകത്താണ്. ഞാൻ പറയുന്നതൊന്നും നീ കേൾക്കുന്നില്ല. ഞാൻ റൂമിൽ 100 തവണ പറഞ്ഞിട്ടുണ്ട് സിദ്ധ് 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 എന്ന്. അവൾ ഒരൽപ്പം ദേഷ്യത്തോടെ അവൻ്റെ പേരുറക്കെ പറഞ്ഞ് ബക്കറ്റുമെടുത്ത് കുളിക്കാനിറങ്ങി. ഇത് കേട്ടാണ് ദേവിക മുറിയിലേക്ക് കയറി വന്നത്. ആ ചേച്ചി എന്തിനാ ചൂടായേ? ആ ചേച്ചി പറയുന്നതൊന്നും ഞാൻ കേൾക്കുന്നില്ല അത്രേ. അതിൻ്റെ ദേഷ്യമാണ്, അതിഥി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ചേച്ചി, ഞങ്ങൾക്ക് നാളെ കോളേജ് ഡേ ആണ്. ചേച്ചിയുടെ അടുത്ത് നല്ല ഡ്രസ്സ് ഏതെങ്കിലും ഉണ്ടോ? എൻ്റെ കയ്യിലുള്ളതെല്ലാം കബോർഡിൽ കാണും, നീ നോക്കിയേ. ഇഷ്ടമായാൽ എന്തായാലും ഉണ്ടെങ്കിൽ എടുത്തോ. കബോർഡിൽ ഡ്രസ്സ് നോക്കിക്കൊണ്ടിരിക്കെ അവൾക്ക് ഫോൺ വന്നു. ചേച്ചി, ഒരു 10 മിനിറ്റ്, ഞാനിപ്പോൾ വരാട്ടോ. അവൾ ഫോണുമായി പുറത്തിറങ്ങി. വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. കുളി കഴിഞ്ഞു വന്ന സാക്ഷിയെ നോക്കി അതിഥി പറഞ്ഞു. ഞാൻ വെളിയിൽ നിന്ന് കഴിച്ചു. അവൾ മുഖം തരാതെ മറുപടി പറഞ്ഞു. വെളിയിൽ നിന്നോ? നീ ആഴ്ചയിൽ 1 ദിവസം മാത്രമേ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കൂ എന്ന് പറഞ്ഞല്ലേ ഇന്നലെ ഞാനും അശ്വിനിയും വിളിച്ചപ്പോൾ പുറത്തു വരാതിരുന്നേ? എന്നിട്ടിപ്പോൾ എങ്ങനെ പോയി? അതിഥിക്ക് ദേഷ്യം വന്നു. അത് പിന്നെ സിദ്ധ് നിർബന്ധിച്ചപ്പോൾ. അപ്പോൾ അവിടെ വരെയായി കാര്യങ്ങൾ. ഫുഡ് കഴിക്കാൻ സിദ്ധ്, രാവിലെ എണീറ്റാൽ സിദ്ധ്, കിടക്കാൻ പോകുന്നവരെ സിദ്ധ്. 9 മണിക്ക് ലൈറ്റ് ഓഫ് ചെയ്തില്ലെങ്കിൽ ഈ മുറി തലക്കീഴേ മറിച്ചിടുന്ന ആളാണല്ലോ നീ. എന്നിട്ടിപ്പോൾ ഫോൺ വിളിച്ച് 1 മണിക്കല്ലടി നീ കിടന്നുറങ്ങുന്നേ. അതിഥി പാത്രം എടുത്ത് അവളെ ഒന്ന് ഇരുത്തി നോക്കി മെസ്സിലേക്ക് നടന്നു. ഒരു പ്ലേറ്റിൽ കുറച്ച് സാലഡ് എടുത്ത് സാക്ഷി മെസ്സിൽ അവൾക്ക് തൊട്ടടുത്ത് വന്നിരുന്നു. നീ കഴിച്ചതല്ലേ, പിന്നെ ആരെ ബോധിപ്പിക്കാനാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്? അതിഥി ഭക്ഷണം കഴിക്കുന്നത് നിർത്തി ചോദിച്ചു. നിനക്ക് കമ്പനി തരാൻ? എനിക്ക് ആരുടെയും കമ്പനിയൊന്നും വേണ്ട. എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. അല്ലെങ്കിലും പ്രണയം അസ്ഥിക്ക് പിടിച്ചാൽ ഇങ്ങനെയാണ്, നമ്മുടെ രീതികൾക്കെല്ലാം മാറ്റം വരും. അയ്യേ, ഞങ്ങൾ തമ്മിൽ പ്രേമമൊന്നുമില്ല, ജസ്റ്റ് ഫ്രണ്ട്സാണ്, നീയും ആദ്യം ഒക്കെ പോലെ. ഞാൻ രാവിലെ തൊട്ട് രാത്രി വരെ ആദ്യം വിളിച്ച് ഇരിക്കാറൊന്നുമില്ല. പിന്നെ അവൻ്റെ കൂടെ സമയം ചിലവഴിക്കാൻ എൻ്റെ ഫ്രണ്ട്സിനെ അവോയ്ഡ് ചെയ്യാറുമില്ല. എൻ്റെ അതിഥി, നിന്നെ ഞാൻ അവോയ്ഡ് ചെയ്തത് അല്ലടോ. അവനോട് നോ പറയാൻ ഒരു മടിയാണ്. ഇനി നോക്കിക്കോ, ഞാൻ എന്നും ഇവിടെ വന്ന് നിൻ്റെ കൂടെ മാത്രമേ ഡിന്നർ കഴിക്കുള്ളൂ.
സാക്ഷി ഒരു കാരറ്റ് കഷ്ണമെടുത്ത് അതിഥിയുടെ വായിൽ വെച്ച് കൊടുത്തു. എന്നാൽ വാ, നമുക്ക് ഐസ്ക്രീം കഴിക്കാൻ പോകാം. രാത്രി ഐസ്ക്രീം കഴിച്ചാൽ നിനക്ക് തൊണ്ടവേദന. സാക്ഷി സംസാരം പൂർത്തിയാക്കുന്നതിന് മുമ്പേ അതിഥി അവളുടെ കൈ പിടിച്ച് പാർക്കിലേക്ക് നടന്നു. തിരിച്ച് റൂമിലെത്തിയപ്പോൾ അവിടെ ദേവിക കാത്തു നിൽപ്പുണ്ടായിരുന്നു. അയ്യോ സോറി ദേവു, ഞാൻ നിന്റെ കാര്യം മറന്നു. നിനക്ക് റൂം തുറന്ന് എടുക്കായിരുന്നില്ലേ? അതിഥി ക്ഷമാപണം നടത്തി. അത് സാരില്ല, എൻ്റെ ഫോൺ വിളി ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. അതിഥിയും ദേവികയും കൂടെ ഡ്രസ്സ് തപ്പുന്നതിനിടെ സാക്ഷിക്ക് വീണ്ടും ഫോൺ വന്നു. ഈ ചേച്ചി എന്താ ഉറങ്ങാത്തേ? ദേവിക ചോദിച്ചു. ആ ചേച്ചിയുടെ ഉറക്കമെല്ലാം പോയി മോളെ. ഇപ്പോൾ നിങ്ങൾ രണ്ടാളും ഒരേ വഞ്ചിയിലെ പാസഞ്ചേഴ്സാണ്. അതിഥി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ചേച്ചിക്ക് അപ്പോൾ ആരെങ്കിലും ഉണ്ടോ? ആളുടെ ഫോട്ടോ ഉണ്ടോ കയ്യിൽ? ശരിയാണല്ലോ, ഞാനും കണ്ടിട്ടില്ല ഈ കക്ഷിയെ. സാക്ഷി മാഡം, അവൻ്റെ ഫുൾ നെയിം പറഞ്ഞേ, ഞങ്ങളൊന്ന് തപ്പട്ടെ. ഫോൺ വിളിച്ചുകൊണ്ടിരുന്ന സാക്ഷിയെ തട്ടി വിളിച്ച അതിഥി പറഞ്ഞു. സിദ്ധാർത്ഥ് കശ്യപ്. ദേവിക ഫേസ്ബുക്ക് തുറന്ന് പേര് ടൈപ്പ് ചെയ്തു. നീ വീണ്ടും സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ തുടങ്ങിയോ? പ്രൊഫൈൽ നോക്കിക്കൊണ്ടിരിക്കെ അതിഥി ചോദിച്ചു. പാസ്വേഡ് അവനും കൊടുത്തു, അതുകൊണ്ട് ഉപയോഗിച്ചോളാൻ പറഞ്ഞു. ബെസ്റ്റ്, പയ്യൻ കൊള്ളാമല്ലേ, സാക്ഷിക്ക് ചേരും. സിദ്ധാർത്ഥിൻ്റെ പ്രൊഫൈൽ നോക്കി രണ്ടുപേരും ചിരിച്ചു. ഞാൻ അവനെ പ്രേമിക്കുന്നില്ല, എത്ര തവണ പറയണം? സാക്ഷി ബെഡിൽ നിന്നും പില്ലോ എടുത്ത് അതിഥിക്ക് നേരെ എറിഞ്ഞു. നിങ്ങൾ തമ്മിൽ അടിച്ചു തീർക്ക്. ഞാൻ പോട്ടെ ചേച്ചി, ഈ ഡ്രസ്സ് ഞാൻ എടുക്കുന്നുണ്ടേ. ഗുഡ് നൈറ്റ്. ദേവിക വാതിൽക്ക് നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു. സാക്ഷിക്ക് ഞായറാഴ്ച മാത്രമാണ് ഓഫീസ് ഒഴിവുള്ളത്. അതുകൊണ്ട് ശനിയാഴ്ചകളിൽ മിക്കപ്പോഴും അതിഥി മുറിയിൽ ഒറ്റയ്ക്കാണ്. രാവിലെ ഭക്ഷണമെല്ലാം കഴിഞ്ഞ് പാതി വായിച്ചു വെച്ച പുസ്തകം വീണ്ടും വായിക്കാനിരുന്നപ്പോഴാണ് ശാലുവിൻ്റെ മെസ്സേജ് വന്നത്. ചേച്ചി ഫ്രീ ആണെങ്കിൽ ഒന്ന് ഫ്ലാറ്റിൽ പോകാമോ? അമ്മ ഒറ്റയ്ക്കാണ്. എനിക്കിന്ന് ക്ലാസ് കഴിയാൻ കുറച്ച് ലേറ്റാവും. അച്ഛനും വൈകിയേ വരുള്ളൂ. അമ്മയ്ക്ക് കുറച്ച് ദിവസമായി ഒരു ഉഷാറില്ല. ഞാൻ ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല. എന്തായാലും അങ്കിൾ വീട്ടിൽ ഇല്ലാത്ത സ്ഥിതിക്ക് ആൻറ്റിയെ ഒന്ന് പോയി കണ്ടേക്കാമെന്ന് കരുതി റൂമിൽ നിന്നിറങ്ങി അവൾ ഫ്ലാറ്റിലേക്ക് നടന്നു. ഇത്രയും ദിവസം വരാതെ ഇരുന്നതിന് എന്ത് കള്ളം പറയുമെന്നോർത്ത് അവൾ കോളിംഗ് ബെൽ അടിച്ചു. കരഞ്ഞിട്ട് എന്നോണം അല്പം ഇറുങ്ങിയ കണ്ണുകളോടെയാണ് ആൻറ്റി വാതിൽ തുറന്നത്. ആൻറ്റി ഓക്കെ അല്ലേ? അവൾ ആൻറ്റിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. മറുപടിയൊന്നും പറയാതെ ആൻറ്റി അവളുടെ തോളിൽ തലവെച്ച് വിതുമ്പി. കരയുന്ന ആളുകളോട് കരച്ചിൽ നിർത്താൻ പറയാത്തതും ആവർത്തിച്ച് കാരണം ചോദിക്കാത്തതുമാണ് ആ അവസ്ഥയിൽ അവരോട് ചെയ്യുന്ന ഏറ്റവും നീതിപൂർവമായ കാര്യം. നീ ഇരിക്കേ, ഞാൻ ഭക്ഷണം എടുക്കാം. ആൻറ്റി കണ്ണു തുറച്ചുകൊണ്ട് പറഞ്ഞു. വേണ്ട, ഞാൻ രാവിലെ കഴിച്ചു. ആൻറ്റി ഇവിടെ ഇരിക്കൂ. അവൾ ആൻറ്റിയെ പിടിച്ച് സോഫയിലിരുത്തി. ടേബിളിലിരുന്ന കുപ്പിയിൽ നിന്നും ഒരു ഗ്ലാസ് വെള്ളം ആൻറ്റിക്ക് നേരെ നീട്ടി. എനിക്ക് മടുത്തു മോളെ. ശാലുവിനെ ഓർത്ത് മാത്രമാണ് ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നത്. ഗ്ലാസ്സിലുണ്ടായ വെള്ളം മുഴുവൻ കുടിച്ചുകൊണ്ട് ആൻറ്റി പറഞ്ഞു. ആൻറ്റിയുടെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ജീവിതം അവസാനിപ്പിക്കാൻ മാത്രം വലിയ എന്ത് കാര്യമാണ് ഉണ്ടായത്? പ്രശ്നങ്ങളുണ്ടെങ്കിൽ എല്ലാത്തിനും എന്തെങ്കിലും പരിഹാരം ഉണ്ടാകും. ആൻറ്റി കരയാതിരിക്കൂ. എൻ്റെ പ്രശ്നത്തിന് പ്രത്യേകിച്ച് പരിഹാരം ഒന്നുമില്ല മോളെ. കല്യാണം കഴിഞ്ഞ് അന്ന് തുടങ്ങിയതാണ് ഇതെല്ലാം. മരണം വരെ ഇത് തുടർന്നുകൊണ്ടിരിക്കും. അങ്കിൾ വഴക്കുമല്ലെന്ന് പറഞ്ഞോ? അവൾ ആൻറ്റിയുടെ അടുത്ത് വന്നിരുന്നു. ആൻറ്റി ചുരിദാറിൻ്റെ ടോപ്പ് ഉയർത്തി പുറം കാണിച്ചു. പുറത്ത് അങ്ങിങ്ങായി ചുവന്ന കല്ലിച്ച പാടുകൾ. അവൾക്ക് എന്ത് പറയണമെന്നറിയാതെ കണ്ണു നിറഞ്ഞു. അങ്കിൾ തല്ലിയതാണോ? അവൾ ഇടറിയ ശബ്ദത്തിൽ ചോദിച്ചു. ആൻറ്റി മറുപടിയൊന്നും പറഞ്ഞില്ല. ആൻറ്റി എന്തിനാ ഇതൊക്കെ സഹിക്കുന്നത്? ഒഴിവാക്കി പൊക്കൂടെ? ഡിവോഴ്സ് ചെയ്യുന്നതൊക്കെ ഇപ്പോൾ സാധാരണമാണ്. ഇത്രയും അടിയും അപമാനവും സഹിച്ച് എന്തിനാ നിൽക്കുന്നത്? അവൾക്ക് ദേഷ്യം വന്നു. പുറത്തുനിന്ന് നോക്കുന്നവർക്കെല്ലാം പറയാൻ എളുപ്പമാണ്. പക്ഷേ ഒരിക്കൽ പെട്ടുകഴിഞ്ഞാൽ തിരിച്ചു നടക്കാനാവാതെ ജീവിതം തീർക്കുന്നവരാണ് ഏറെയും. ആൻറ്റിക്ക് അപ്പോൾ ഈ കല്യാണം ഇഷ്ടമല്ലായിരുന്നോ? എന്നോട് ഇഷ്ടമാണോ അല്ലയോ എന്നൊന്നും ആരും ചോദിച്ചിട്ടില്ല. അച്ഛൻ ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു. പെട്ടെന്ന് ഒരു അറ്റാക്ക് വന്ന് കിടപ്പിലായി. അച്ഛന് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പേ എന്നെ കെട്ടിച്ചു വിടണമെന്ന് അമ്മയ്ക്കും ചേട്ടനും ചേച്ചിക്കുമൊക്കെ നിർബന്ധം. ഞാൻ അപ്പോൾ BEd കഴിഞ്ഞ് നിൽക്കുകയാണ്. ഒരു ബന്ധു വഴിയാണ് അങ്കിളുടെ ആലോചന വന്നത്. ചെറിയ പ്രായത്തിൽ ബാംഗ്ലൂർ വന്ന് അധ്വാനിച്ച് സ്വന്തമായി വീടൊക്കെ വാങ്ങിയ ചെറുപ്പക്കാരനെ വീട്ടുകാർക്ക് നന്നായി ബോധിച്ചു. അവർ ഉറപ്പിച്ചു. അച്ഛന് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും ഉണ്ടായില്ല. കല്യാണം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ നേരെ ഇങ്ങോട്ട് വന്നു. അതിൽ പിന്നെ സ്വന്തം വീടുമായി പോലും എനിക്ക് വലിയ ബന്ധങ്ങളില്ല. ആൻറ്റി നിർവികാരതയോടെ പറഞ്ഞു. അങ്കിളിന് ആൻറ്റിയായി എന്താണ് പ്രശ്നം? എന്തിനാണ് പ്രശ്നമില്ലാത്തതെന്ന് ചോദിക്കുക. ഞാൻ ഏത് പുരുഷന്മാരോട് സംസാരിച്ചാലും ആൾക്ക് പ്രശ്നമാണ്. കോളേജിലെ സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ പോലും സംസാരിക്കാൻ സമ്മതിക്കില്ല. ഇവിടെ വന്ന് ജോലിക്ക് വിടണമെന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ അങ്കിളിനെ നോക്കാനാണ് ഇവിടേക്ക് കെട്ടിച്ചു കൊണ്ടുവന്നതെന്ന് പറഞ്ഞ് അതിനും അനുവദിച്ചില്ല. ഒരു മാസം കൊണ്ട് തന്നെ എനിക്ക് മതിയായി. തിരിച്ചു വരണമെന്ന് ഞാൻ വീട്ടുകാരോട് പറഞ്ഞതാ. അപ്പോൾ അവർക്ക് അഭിമാന പ്രശ്നം. അച്ഛൻ കുറേ പറഞ്ഞു, പക്ഷേ വേറെ ആരും സപ്പോർട്ട് ചെയ്തില്ല. അപ്പോഴേക്കും ശാലു വയറ്റിലായി. ശാലുവിനെ 5 മാസം ഗർഭിണിയായ സമയത്ത് ഉച്ചയ്ക്ക് അങ്കിൾ ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ കറി റെഡിയായില്ലെന്ന് പറഞ്ഞ് എന്നെ ഒരുപാട് തല്ലി. അപ്പോൾ ഉണ്ടായ ദേഷ്യത്തിന് ഞാനും തിരിച്ച് കയ്യിൽ കിട്ടിയതെല്ലാം എടുത്തെറിഞ്ഞു. അയാൾ എൻ്റെ മുടിക്ക് കുത്തിപ്പിടിച്ച് വയറ്റിൽ ചവിട്ടി. ഉറക്കെ കരഞ്ഞിട്ട് പോലും ആരും വന്നില്ല സഹായത്തിന്. വിളിക്കാൻ എനിക്കിവിടെ ആരെയും അറിയില്ല താനും. ഞാൻ വാതിൽ തുറന്ന് ഇവിടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ഓടി. അവർ അങ്കിളിനെ വിളിപ്പിച്ച് എൻ്റെ മുന്നിൽ വെച്ച് തല്ലി. അവിടെ വെച്ച് മാപ്പൊക്കെ പറയിപ്പിച്ചു.
കുടുംബക്കാർ കേസിനൊന്നും പോകണ്ട എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു വിട്ടു. വീട്ടിൽ സുഖമില്ലാത്ത അച്ഛനോട് ഇതൊന്നും പറയണ്ട, അറിയിക്കണ്ട എന്ന് അമ്മയുടെയും ചേച്ചിയുടെയും ഉപദേശം. അതോടെ ഈ ജീവിതത്തിൽ നിന്ന് എനിക്കിനി തിരിച്ചു പോക്കില്ലെന്ന് മനസ്സിലായി. അതിൽ പിന്നെ വഴക്കും ബഹളവും എല്ലാം ഉണ്ടായെങ്കിലും ഇതുവരെ ദേഹത്ത് കൈവച്ചിട്ടില്ല. അങ്കിൾ നാട്ടിൽ പോയപ്പോൾ ഞാൻ പറയാതെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി. ചോദിച്ചാൽ സമ്മതിക്കില്ല. അവൾ ഡിവോഴ്സ്ഡാണ്. അങ്കിളിന് അവരെ ഇഷ്ടമല്ല. അത് എങ്ങനെയോ അറിഞ്ഞു. ഇന്നലെ കുടിച്ചു വന്ന് അത് പറഞ്ഞായിരുന്നു അടി മുഴുവൻ. പറഞ്ഞു തീരുന്നതിന് മുൻപേ ആൻറ്റി വീണ്ടും പൊട്ടിക്കരഞ്ഞു. ഇത്രയും വലിയ വേദനകൾ പേറിയാണ് 18 വർഷത്തോളം ഇവർ ഈ വീട്ടിൽ യന്ത്രം പോലെ ജീവിതം തള്ളി നീക്കിക്കൊണ്ടിരുന്നത് എന്നോർത്തപ്പോൾ അവൾക്കും കരച്ചിൽ അടക്കാനായില്ല. അവൾ ഒന്നും മിണ്ടാതെ കണ്ണു തുറച്ച് അടുക്കളയിലേക്ക് നടന്നു. വെള്ളം ചൂടാക്കി തുണിമുക്കി ആൻറ്റിയുടെ ചുവന്ന് കല്ലിച്ച പുറത്ത് മെല്ലെ പിടിച്ചുകൊണ്ട് കൊടുത്തു. ശാലുവിന് ഇതൊക്കെ അറിയോ? ഇത്രയും കാലം അറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ചെറിയ കുട്ടിയല്ലല്ലോ. കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രായം അവൾക്കും ആയില്ലേ. ഇന്നലെ തല്ലിയ കാര്യം അവൾക്കറിയില്ല. പക്ഷേ ഞങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടെന്നല്ല മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ആരോടും ഒന്നും ചോദിക്കില്ല. ഇങ്ങനെയൊക്കെയാണ് കുടുംബം എന്ന് കരുതി കാണും. ശാലു മെസ്സേജ് അയച്ച കാര്യം അവൾ ആൻറ്റിയോട് പറഞ്ഞില്ല. ആൻറ്റി വല്ലതും കഴിച്ചോ? വാ, ഞാൻ ഫുഡ് എടുത്തു വയ്ക്കാം. ഇനി ആരോഗ്യം കൂടി ഇല്ലാതായാൽ ആൻറ്റിക്ക് തന്നെയാണ് പ്രശ്നം. നോക്കാൻ ആരാണുള്ളത് ഇവിടെ? അതിഥി ഭക്ഷണം എടുത്ത് ടേബിളിൽ വെച്ചു. ആൻറ്റിയെ നിർബന്ധിച്ച് കഴിപ്പിച്ചു. രാത്രി അങ്കിൾ വരുന്നതിന് മുമ്പ് അവൾക്ക് അവിടെ നിന്നും ഇറങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഈ അവസ്ഥയിൽ ആൻറ്റിയെ തനിച്ചാക്കി എങ്ങനെയാണ് പോകുന്നത്? 9 മണി കഴിഞ്ഞപ്പോഴേക്കും ശാലു വന്നു. നാളെ വരെ എന്ന് ഉറപ്പ് നൽകി അവൾ ഹോസ്റ്റലിലേക്ക് നടന്നു. മുറിയിലേക്കുള്ള പടികൾ കയറുമ്പോഴും ആൻറ്റിയുടെ കരച്ചിൽ അവളെ പിന്തുടരുന്ന പോലെ തോന്നി. വേദനയുടെ ആ ഇരുട്ടിൽ അവരെ രണ്ടുപേരെയും തനിച്ചാക്കി താൻ മാത്രം ഓടി രക്ഷപ്പെട്ട പോലെ ഒരു തോന്നൽ. എങ്ങനെയെങ്കിലും മുറിയിലെത്തി കണ്ണടച്ച് ഒന്നും ഓർക്കാതെ ഉറങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്നോർത്ത് അവൾ വാതിലിൽ തട്ടി. സാക്ഷി വാതിൽ തുറന്നതും തൻ്റെ ബെഡിലിരുന്ന് മുഖം പൊത്തിക്കരയുന്ന ദേവികയാണ് കണ്ടത്. ഇവൾക്കിതെന്ത് പറ്റി? അതിഥി അമ്പരപ്പോടെ സാക്ഷിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഞാൻ കുറേ നേരമായി ചോദിക്കുന്നു. അവൾ ഒന്നും പറയുന്നില്ല. വന്നപാടെ ഉള്ള കരച്ചിലാണ്. എന്താ ദേവു, കരച്ചിൽ നിർത്തി കാര്യം പറ. ഞാൻ ഇന്നലെ രാത്രി ഫേസ്ബുക്കിൽ ഏതോ ഹിന്ദിക്കാരൻ്റെ പ്രൊഫൈലിൽ കയറി അവൻ്റെ ഫോട്ടോ നോക്കി മാസ്റ്റർബേഷൻ ചെയ്തെന്ന് അവൻ ക്ലാസ്സിലെ ഫ്രണ്ട്സിൻ്റെ മുന്നിൽ വെച്ച് പറഞ്ഞു. ദേവിക പറഞ്ഞു. എന്ത് മാസ്റ്റർബേഷനോ? അവനെന്താ വട്ടാണോ? അതിഥിക്കൊന്നും വിശ്വസിക്കാനായില്ല. അതിഥി അവളുടെ അടുത്തിരുന്ന മുഖത്തു നിന്നും കൈമാറ്റി കണ്ണുനീർ തുറച്ച് അവളെ ചേർത്ത് നിർത്തി. ഇന്നലെ രാത്രി നമ്മൾ സാക്ഷി ചേച്ചിയുടെ പയ്യനെ നോക്കിയില്ലേ ഫേസ്ബുക്കിൽ? അതിന്? ഇന്ന് ക്ലാസ്സിൽ ഞാനും അവനും എൻ്റെ ഒരു ഫ്രണ്ട് രശ്മിയും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾ അബദ്ധത്തിൽ അവനോട് പറഞ്ഞു, നീ നിൻ്റെ ദേഷ്യമൊക്കെ ഒന്ന് കുറയ്ക്കണം. ഇവളെ ഇങ്ങനെ എപ്പോഴും വഴക്ക് പറയരുതെന്ന്. ഇതിൻ്റെ സ്വഭാവമാണ്, മാറ്റാൻ പറ്റില്ല. എല്ലാവർക്കും എന്തെങ്കിലും നെഗറ്റീവ്സ് ഒക്കെ കാണില്ലേ? അവൻ മുഖത്തടിച്ച പോലെ പറഞ്ഞു. ആരും അത്ര പെർഫെക്റ്റ് ഒന്നുമല്ലല്ലോ. ഞാനും കുറേ കണ്ടില്ലെന്ന് വെക്കുന്നില്ലേ? അതുപോലെ അവളും കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യട്ടെ. എനിക്കപ്പോൾ ദേഷ്യം വന്നു. എൻ്റെ ഏത് സ്വഭാവമാണ് അവൻ സഹിക്കുന്നതെന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു. നീ ഇന്നലെ നട്ടപ്പാതിരയ്ക്ക് ഫേസ്ബുക്കിൽ വല്ലവന്മാരുടെയും പ്രൊഫൈലിൽ കയറുന്നത് മാസ്റ്റർബേഷൻ ചെയ്യാനാണെന്ന് എനിക്കറിയാം. ഞാൻ എന്നിട്ട് വല്ലതും പറഞ്ഞോ? അതെൻ്റെ മര്യാദ എന്ന് പറഞ്ഞ് അവൻ ദേഷ്യത്തിൽ എണീറ്റ് പോയി. ഞാൻ നിന്ന നിൽപ്പ് ഇല്ലാതായിപ്പോയി ചേച്ചി. സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് അവൻ ഊഹിച്ചെടുക്കുന്നത്. നീ എന്നിട്ട് തിരിച്ചൊന്നും പറഞ്ഞില്ലേ? അവന് പറയാനുള്ളത് പറഞ്ഞ് അവൻ എണീറ്റ് പോയാൽ പിന്നെ എന്ത് വിശദീകരിക്കാൻ? രശ്മി പിന്നെ ഒന്നും മിണ്ടിയില്ല. എനിക്ക് എല്ലാവരോടും ഞാൻ ഇങ്ങനെ അല്ല എന്ന് പറഞ്ഞു നടക്കാൻ പറ്റുമോ? അവൾ കണ്ണു തുറച്ചുകൊണ്ട് ചോദിച്ചു. അല്ല, ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ അവനെന്താ? നിൻ്റെ ശരീരം, നിൻ്റെ ഇഷ്ടങ്ങൾ, അത്രേ ഉള്ളൂ. സാക്ഷി ദേഷ്യത്തോടെ പറഞ്ഞു. എൻ്റെ ദേവു, നീ പറയുന്നത് കേട്ടിട്ട് അവൻ ഒരു സൈക്കോ ആണ്. നീ അവൻ ചെയ്യുന്നതല്ല നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് ന്യായീകരിക്കുന്നത് കൊണ്ടാണ് അവൻ ഈ തലയിൽ കയറുന്നത്. എന്തിനാണ് ഇങ്ങനെ ഒരുത്തനെ കൊണ്ടു നടക്കുന്നത്? അതിഥിയും സാക്ഷിയെ പിന്താങ്ങി. അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. എനിക്ക് അവൻ്റെ അടുത്ത് ഒരുപാട് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ചാൽ അവൻ എന്നെ സ്വസ്ഥമായി പഠിക്കാൻ സമ്മതിക്കില്ല. ഇവിടെ ഞാൻ പറഞ്ഞാൽ ആരും ഒന്നും വിശ്വസിക്കില്ല. എല്ലാവർക്കും ഞാൻ തേപ്പുകാരിയാവും. എൻ്റെ അവസ്ഥ ആർക്കും മനസ്സിലാവില്ല. അവൾ കണ്ണു തുറച്ച് പുറത്തേക്ക് നടന്നു. സാക്ഷിയും അതിഥിയും പരസ്പരം നോക്കി. ഞാനൊന്ന് പോയി അവളെ ആശ്വസിപ്പിച്ചാലോ? അതിഥി ചോദിച്ചു. ഇപ്പോൾ എന്ത് പറഞ്ഞാലും അവളുടെ തലയിൽ കയറില്ല. നമുക്ക് നാളെ രാവിലെ പോകാം. ഞാനൊന്ന് അശ്വിനിയുടെ അടുത്ത് പോയി വരാം. നീ വരുന്നോ? സാക്ഷി റൂമിന് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് ചോദിച്ചു. ഇല്ല, എനിക്ക് ഇന്നത്തേക്കുള്ളതായി. നല്ല തലവേദനയുണ്ട്. ഞാൻ കിടക്കാണ്. അതിഥി തലയിണ നേരെയാക്കിക്കൊണ്ട് പറഞ്ഞു. ലൈറ്റ് ഓഫ് ചെയ്ത് കണ്ണടച്ച് കിടന്നിട്ടും അവൾക്ക് ഉറക്കം വന്നില്ല. അവൾ ടേബിൾ ലാമ്പ് ഓൺ ചെയ്ത് ഡയറി എടുത്തു. 18/3/2017. പ്രിയപ്പെട്ട മഹാദേവന്. കാണുന്ന എല്ലാ മനുഷ്യർക്കും നിസ്സഹായതയുടെ ഒരേ മുഖമാണ്. നിനക്കിത് എഴുതുമ്പോൾ ഞാനും അതിൽ നിന്നും വ്യത്യസ്തയല്ല എന്ന് തോന്നുന്നു. എല്ലാവരും കുറച്ചുകൂടെ പരസ്പരം മനസ്സിലാക്കിയാൽ, സ്നേഹിക്കാൻ ശ്രമിച്ചാൽ ലോകം എത്ര മനോഹരമായേനെ. അതൊന്നുമില്ലെങ്കിൽ പോലും മറ്റൊരാളുടെ കണ്ണു നിറയുമ്പോൾ മനസ്സിലെവിടെയെങ്കിലും അനുകമ്പയുടെ നേർത്ത വെളിച്ചം ബാക്കിയുണ്ടായാൽ പലർക്കും ഇത്രമേൽ വേദനകളിലൂടെ കടന്നു പോകേണ്ടി വരില്ല. കുറേ നാളുകൾക്ക് ശേഷം
ഇന്ന് ആൻറ്റിയെ കാണാൻ പോയി. ആ മനുഷ്യനുള്ളിടത്തു പോകേണ്ടെന്ന് കരുതിയതാണ്. പക്ഷേ ശാലു പറഞ്ഞപ്പോൾ പോകാതെ ഇരിക്കാൻ കഴിഞ്ഞില്ല. ആൻറ്റിയെ ആശ്വസിപ്പിക്കാൻ എനിക്ക് ഒരു വാക്ക് പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഓരോ വീട്ടിലും നിശബ്ദമാക്കപ്പെടുന്ന 1000 സ്വപ്നങ്ങളുടെയും കണ്ണുനീരിൻ്റെയും മുകളിലാണ് നമ്മുടെയെല്ലാം കുടുംബ സങ്കല്പങ്ങൾ ഉയർത്തിയിരിക്കുന്നത്. ഒരു ആണിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ മകൾക്കു മേലുള്ള എല്ലാ ഉത്തരവാദിത്വവും കഴിഞ്ഞെന്ന് കരുതാൻ എങ്ങനെയാണ് മാതാപിതാക്കൾക്ക് കഴിയുന്നത്? എല്ലാം സഹിച്ചും ക്ഷമിച്ചും ജീവിക്കാൻ അവരെ നിർബന്ധിച്ച് ജീവിതാവസാനം വരെ നരകിക്കാൻ വിടുന്നതിൽ നിന്ന് എന്ത് സന്തോഷമാണ് വീട്ടുകാർക്ക് കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സ്വന്തം മകളുടെ സന്തോഷത്തെക്കാളും സമാധാനത്തെക്കാളും വലുതായി എങ്ങനെയാണ് കുടുംബത്തിൻ്റെ അന്തസ്സും അഭിമാനവുമെല്ലാം മാറുന്നത്? ആർക്കു വേണ്ടിയാണ് മനുഷ്യരിങ്ങനെ അഭിനയിച്ച് ജീവിക്കുന്നത്? കുടുംബം എന്ന വാക്കിനോട് തന്നെ എനിക്ക് വെറുപ്പ് തോന്നുന്നു. സ്വന്തം ജീവിതത്തിൽ ഹാപ്പിയാണോ എന്ന് ചോദിച്ചാൽ അതെ എന്ന് പറയുന്ന എത്ര സ്ത്രീകളുണ്ടാവും ദേവ്? ഇതെല്ലാമാണ് ജീവിതമെന്ന് കരുതി മക്കളെയും അവർ അനുഭവിച്ച അതേ ജീവിതത്തിലേക്ക് തള്ളിവിടുമ്പോൾ അവർക്ക് വേദനിക്കാത്തത് എന്താണ്? അയാൾ എന്നോട് ചെയ്തതൊന്നും ആൻറ്റിയോട് പറയാൻ തോന്നിയില്ല. അല്ലാതെ തന്നെ അയാളെ വെറുക്കാൻ 1000 കാരണങ്ങൾ അവർക്ക് വേറെയുണ്ട്. അതിലേക്ക് ഇതുകൂടെ ചേർക്കണ്ടെന്ന് തോന്നി. ആൻറ്റിക്ക് ഇനി ഈ ജീവിതത്തിൽ നിന്നും തിരിച്ചു നടക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ രക്ഷപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും ദേവു എന്താണ് അത് ചെയ്യാത്തതെന്നാണ് മനസ്സിലാവാത്തത്. സ്വന്തം ജീവിതത്തിൻ്റെ കീ മറ്റൊരാളുടെ കയ്യിൽ കൊടുത്ത് അവർക്ക് ഇഷ്ടമുള്ള പോലെ ചലിക്കാൻ വിധിക്കപ്പെട്ടവരാണോ എല്ലാ സ്ത്രീകളും? എന്തിനെയാണ് എല്ലാവരും ഭയക്കുന്നത്? ഈ ഭൂമിയിൽ എല്ലാ മനുഷ്യർക്കും ഒരേ സ്വാതന്ത്ര്യമല്ലേ? എന്നിട്ടും എന്താണ് ചിലർ മാത്രം ഇപ്പോഴും പലരുടെയും അനുവാദത്തിനു വേണ്ടി തലകുനിച്ച് നിൽക്കേണ്ടി വരുന്നത്? എവിടെയാണ് നമുക്കൊക്കെ തെറ്റുപറ്റുന്നത്? ഒരാളെ അനുസരിപ്പിച്ച് നിർത്തുന്നിടത്ത് എന്ത് സന്തോഷമാണ് മറ്റൊരാൾക്ക് ലഭിക്കുന്നത്? സ്നേഹത്തിൻ്റെ പേര് പറഞ്ഞാണെങ്കിൽ ലോകത്ത് ഒരു അടിമയും തൻ്റെ ഉടമയെ സ്നേഹിച്ച ചരിത്രമില്ലെന്ന് ഇവർക്ക് തിരിച്ചറിവില്ലേ? ദേവ്, എനിക്ക് മടുത്തു. മുന്നോട്ട് എന്ത് പ്രതീക്ഷിച്ചാണ് ജീവിക്കേണ്ടത് എന്ന് എനിക്കറിയില്ല. എല്ലാത്തിനോടും എനിക്കിപ്പോൾ വെറുപ്പ് മാത്രമാണ്. സ്നേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ അവസാന തിരയും എന്നിൽ നിന്ന് അകന്നു പോകുന്നതിന് മുൻപേ വരിക, സ്നേഹിക്കുക. ഒരുപാട് ഇഷ്ടത്തോടെ അതിഥി. മാഡം എഴുന്നേറ്റേ, നിന്റെ ഫോൺ രാവിലെ തൊട്ട് റിങ് ചെയ്യുന്നുണ്ട്. ഞായറാഴ്ച കുളിയും അലക്കുമെല്ലാം കഴിഞ്ഞ് തുണി വിരിച്ചിടുന്നതിനിടയ്ക്ക് ഉറങ്ങിക്കിടന്ന അതിഥിയെ തട്ടി വിളിച്ച് സാക്ഷി പറഞ്ഞു. അവൾ മുഖത്തു നിന്നും പുതപ്പ് മാറ്റി കണ്ണു പാതി തുറന്ന് ഫോൺ എടുത്തു. ലയയുടെയും അമ്മയുടെയും ആദിയുടെയും മിസ് കോൾ ഉണ്ട്. ലയയും അമ്മയും വെറുതെ വിളിച്ചതാവും. ഇവനെതിരാണ് രാവിലെ തന്നെ നിരത്തി വിളിച്ചത്. ഇത് പതിവില്ലാത്തതാണല്ലോ. അവൾ അവനെ തിരിച്ചു വിളിച്ചു. എടി, നീ റെഡിയായില്ലേ? ഞാനൊരു 15 മിനിറ്റിലെത്തൂട്ടോ. എവിടേക്ക്? അവൾ ഉറക്കച്ചടവോടെ ചോദിച്ചു. ശവമേ, നീ ഇതുവരെ എണീറ്റില്ലേ? നീയല്ലേ വെറുതെ ഓഫീസിലിരുന്ന എന്നെ കൊണ്ട് മൂവിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യിപ്പിച്ചത്? എന്നിട്ടിപ്പോൾ എവിടേക്കെന്നോ? ഞാൻ നിന്നെയൊന്ന് പേടിപ്പിക്കാൻ പറഞ്ഞാലേ. ഞാൻ എപ്പോഴേ റെഡിയായി. സിനിമയ്ക്ക് പോകേണ്ട കാര്യം ഓർമ്മയില്ലെന്ന് പറഞ്ഞാൽ പിന്നെ തെറിയുടെ പൂരമാകും എന്ന് ഉറപ്പുള്ളതിനാൽ അവൾ ശബ്ദം നേരേക്ക് പറഞ്ഞു. ഹാ, അങ്ങനെ വാ. അപ്പോൾ 15 മിനിറ്റ്. എന്നെ പോസ്റ്റ് ആക്കരുത്. അവൻ ഫോൺ വെച്ചു. അതിഥി ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ബ്രഷ് ചെയ്ത് ഡ്രസ്സ് മാറി കൃത്യം 15 മിനിറ്റ് ആയപ്പോൾ വീണ്ടും ആദിയുടെ ഫോൺ വന്നു. അവൻ ഹോസ്റ്റലിൻ്റെ താഴെ വന്നിട്ടുണ്ടോ? ഇറങ്ങാൻ നിന്ന അതിഥിയോട് സാക്ഷി ചോദിച്ചു. ഹാ, എന്തേ? എന്നാൽ ഞാനും വരാം. എന്നെ ഇഷ്ടമില്ലാത്ത ആ കക്ഷിയെ ഞാനും ഒന്ന് കാണട്ടെ. സാക്ഷിയും അവൾക്കൊപ്പം പുറത്തിറങ്ങി. നീ അവനോട് അടിയൊന്നും ഉണ്ടാക്കരുത്, അല്ലെങ്കിൽ തന്നെ കുറച്ച് ലേറ്റായി എന്ന് പറഞ്ഞ് ആൾ കലിപ്പിലാണ്. ഹേയ്, നീ ഇങ്ങനെ പേടിക്കാതെ, ഞാനല്ലേ കൂടെ വരുന്നത്. സാക്ഷി മുന്നിൽ നടന്നു. ആദി, ഇതാണ് ഞാൻ പറയാറുള്ള സാക്ഷി. അവൾ അവനെ കണ്ടപാടെ സാക്ഷിയെ പരിചയപ്പെടുത്തി. അവൻ കഷ്ടപ്പെട്ടെന്നോണം അവളെ നോക്കി ചിരിച്ചു. അപ്പോൾ ഇതാണ് എന്നെ ഒരുപാട് ഇഷ്ടമുള്ള ആദി അല്ലേ? സാക്ഷി അവന് നേരെ കൈനീട്ടി. അവൻ സംശയഭാവത്തോടെ അതിഥിക്ക് നേരെ തിരിഞ്ഞു. അവൾ ഈ സീനിലെ ഇല്ലെന്ന ഭാവത്തിൽ പിറകോട്ട് മാറി. ഇയാളും വരുന്നുണ്ടോ സിനിമയ്ക്ക്? ആദി സാക്ഷിയെ നോക്കി ചോദിച്ചു. ഇല്ല, ഞാൻ ഞായറാഴ്ച ആയതുകൊണ്ട് റോഡ് അടിച്ചു വാരാൻ വന്നതാ. അവൾ ഭാവവ്യത്യാസമില്ലാതെ മറുപടി പറഞ്ഞു. ഹേ? ആദി കാര്യം മനസ്സിലാകാതെ അവളെ നോക്കി. എനിക്ക് ലേശം വൃത്തിയുടെ സൂക്കേടുണ്ട്. ഈ റോഡിലൂടെ നടന്നു പോകുമ്പോൾ പൊടിയൊക്കെ കണ്ടാൽ എനിക്ക് അന്ന് ഉറക്കം പോലും കിട്ടില്ല. അതുകൊണ്ട് എല്ലാ ഞായറാഴ്ചയും ഞാൻ ആ വളവ് മുതൽ ഇവിടെ വരെ അടിച്ചു വാരും. എന്നാൽ പിന്നെ ഈ റോഡ് മാത്രം ആക്കുന്നത് എന്തിനാ? ദിവസവും ഓഫീസ് വരെ പോകാറില്ലേ? അവിടെ വരാൻ അടിച്ചേരെ. പിന്നെ ഡെയിലി പോകുമ്പോൾ ഒരു ബക്കറ്റും മഗ്ഗും കൂടെ എടുത്തോ. ബുക്ക് ചെയ്യുന്ന ക്യാബിൻ പൊടിയുണ്ടെങ്കിൽ അത് കഴുകിയിട്ട് കയറിയാൽ മതി. അവൾ തന്നെ കളിയാക്കിയതാണെന്ന് മനസ്സിലായപ്പോൾ ആദിയും വിട്ടുകൊടുത്തില്ല. ഓഹ്, രണ്ടും ഒന്ന് നിർത്തിക്കേ. നീ വന്നേ ആദി, പടത്തിന് ലേറ്റാകും. അതിഥി അവൻ്റെ കൈ പിടിച്ച് നടന്നു. നിനക്കുള്ളത് ഞാൻ വന്നിട്ട് തരാം, അവൾ തിരിഞ്ഞു നിന്ന് സാക്ഷിയോട് പറഞ്ഞു. ഇനിയുണ്ടോ നിൻ്റെ കയ്യിൽ ഇതുപോലത്തെ ഐറ്റം? ക്യാബിൻ കയറിയപ്പോൾ അവൻ അല്പം ദേഷ്യത്തോട് ചോദിച്ചു. ഹാ, ഉണ്ട്. ഇപ്പോൾ എൻ്റെ കൂടെ കാറിലിരിക്കുന്നു. ആദ്യം അതിന് മറുപടി പറയാൻ തുടങ്ങുന്നതിന് മുൻപേ അവൾക്ക് അമ്മയുടെ കോൾ വന്നു. അമ്മു, നീ എവിടെയാണ്? ഇന്ന് ലീവല്ലേ? ഞാനും ആദ്യം ഒരു സിനിമയ്ക്ക് പോകാൻ ഇറങ്ങിയതാ. നീ ഒരു 5000 അപ്പുവിൻ്റെ അക്കൗണ്ടിലേക്ക് അയക്കണം കേട്ടോ. നാളെ ഇവിടെ അടുക്കളയുടെ പണിക്ക് ആൾ വരും. ഞാൻ ഈ മാസം 10,000 അയച്ചതല്ലേ, അതിൽ നിന്ന് എടുത്ത് കൊടുക്ക്. അതൊക്കെ ചിലവായില്ലേ? വീട്ടിൽ എന്തൊക്കെ ചിലവുണ്ടെന്നാണ് നിൻ്റെ വിചാരം? അപ്പോൾ അച്ഛൻ പണിക്ക് പോകുന്ന കാശൊക്കെ നിങ്ങൾ എന്താ ചെയ്യുന്നത്? എനിക്കിവിടെ ചിലവുകളില്ലേ? എഡ്യൂക്കേഷൻ ലോണൊക്കെ അടയ്ക്കണ്ടേ?
അതൊക്കെ ആര് നോക്കും? അവൾക്ക് ദേഷ്യം വന്നു. നിനക്ക് ഭക്ഷണം ഹോസ്റ്റലിലല്ലേ? അത് കഴിക്കാതെ പുറത്ത് പോയി കാണുന്നതൊക്കെ വാങ്ങി കഴിക്കുന്നത് കൊണ്ടാണ് കാശ് തികയാത്തത്. പോരാത്തതിന് എല്ലാ മാസവും ഡ്രസ്സ് എടുക്കുന്നത് വേറെ. പിന്നെ ഓഫീസിൽ പോകാൻ എനിക്ക് ഡ്രസ്സ് വേണ്ടേ? ഞാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് പോലും കഴിക്കാനുള്ള അവകാശമില്ലേ? അവൾ കുറച്ച് ശബ്ദം ഉയർത്തി ചോദിച്ചു. അമ്മു, ഇല്ലാത്തവർ ഇല്ലാത്ത പോലെ ജീവിക്കണം. മറ്റുള്ളവരെ കണ്ട് തുള്ളാൻ നിൽക്കരുത്. നീ ഇവിടേക്ക് ഒന്നും തരണ്ട. നിനക്ക് ഇഷ്ടമുള്ള പോലെ ആഡംബരം കളിച്ച് ജീവിക്കേ. ഞാൻ ആരെ കണ്ട് തുള്ളിയെന്ന് അമ്മ പറയുന്നത്? അമ്മ, നിനക്കറിയാലോ ഇവിടെ പൈസയ്ക്ക് എത്ര ആവശ്യമുണ്ടെന്ന്. അപ്പോൾ അത് മനസ്സിലാക്കി നിനക്ക് കണ്ടറിഞ്ഞ് കാര്യങ്ങൾ ചെയ്തൂടെ? ഇപ്പോൾ നിനക്ക് മനസ്സിലാകില്ല. ഒരു കുടുംബമാകുമ്പോൾ ഞാൻ പറയുന്നതായിരുന്നു ശരിയെന്ന് മനസ്സിലാകും. അമ്മ ശബ്ദം അല്പം മയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. ചെറുപ്പത്തിലേ തുടങ്ങിയതാണല്ലോ അമ്മ എനിക്ക് ഈ നല്ല കുടുംബം ഉണ്ടാക്കാനുള്ള ക്ലാസ്. എന്നിട്ട് അമ്മയ്ക്കിപ്പോൾ കിട്ടിയത് ഒരു നല്ല കുടുംബമാണോ? അമ്മ എന്തൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടാണ് ജീവിക്കുന്നത്? അതെല്ലാം നിനക്കും അപ്പുവിന് വേണ്ടിയല്ലേ? മക്കളുണ്ടായി കഴിഞ്ഞാൽ പിന്നെ അമ്മമാരുടെ ജീവിതം അവർക്ക് വേണ്ടിയിട്ടാണ്. നിനക്കൊരു കുട്ടി ഉണ്ടാകുമ്പോൾ മനസ്സിലാകും. നിൻ്റെ നല്ലതിന് വേണ്ടിയല്ലേ അമ്മ എപ്പോഴും സംസാരിക്കൂ. നീ പൈസ എങ്ങനെ ചിലവാക്കിയാൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്ത് ചെയ്യും? ഞാനല്ലാതെ ആരാണ് നിനക്ക് ഇതൊക്കെ പറഞ്ഞു തരാനുള്ളത്? അമ്മ പറഞ്ഞിടത്തോളം മതി. പൈസ ഞാൻ എങ്ങനെയെങ്കിലും അയച്ചേക്കാം. അവൾ ദേഷ്യപ്പെട്ട് ഫോൺ വെച്ചു. ആദി അവരുടെ സംസാരം ശ്രദ്ധിക്കാത്ത പോലെ ഫോണിൽ നോക്കിയിരുന്നു. സിനിമ തുടങ്ങിയിട്ടും അമ്മയുടെ പെരുമാറ്റം അതിഥിയെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരുന്നു. സിനിമ കഴിയുന്നതുവരെ അവൾ ആദിയോടും കാര്യമായി ഒന്നും സംസാരിച്ചില്ല. ഇവിടെ ഒരു അടിപൊളി റെസ്റ്റോറൻ്റ് ഉണ്ട്, വായോ നമുക്ക് പോയി ഫുഡ് കഴിക്കാം. പടം കഴിഞ്ഞ് മാളിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആദി പറഞ്ഞു. ഞാനില്ല, എനിക്ക് ഹോസ്റ്റലിൽ പോയാൽ മതി. അവിടെ പോയിട്ട് നിനക്ക് എന്ത് മലമറിക്കാനാണ്? നീ ഇങ്ങോട്ടോ ഒന്നും പറയണ്ട, ഞാൻ പറയുന്ന പോലെ കേട്ടാൽ മതി. ബാംഗ്ലൂരിലെ റെസ്റ്റോറൻറ്റുകളിൽ ഏത് സമയവും ഒരേ തിരക്കാണ്. പക്ഷേ ആ തിരക്കിനിടയിലും ആളുകൾ ചുറ്റുമുള്ളതൊന്നും ശ്രദ്ധിക്കാതെ അവരുടെ ലോകത്ത് കഥകൾ പറഞ്ഞ് സ്വസ്ഥമായി ഭക്ഷണം കഴിക്കുന്നുണ്ട്. ആർക്കും മറ്റൊരാളെക്കുറിച്ച് ചിന്തിക്കാനോ അവരുടെ ജീവിതത്തിലേക്ക് ഏന്തിവലിഞ്ഞ് അഭിപ്രായം പറയാനോ ഉള്ള സമയമോ താല്പര്യമോ ഇല്ല. എടോ, അമ്മ പറയുന്നതൊന്നും നീ കാര്യമാക്കണ്ട. ഭക്ഷണം ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്യുന്നതിനിടയിൽ അതിഥിയെ നോക്കി അവൻ പറഞ്ഞു. എങ്ങനെയാണ് ആദി കാര്യമാക്കാതെ ഇരിക്കുന്നത്? അവർ എന്താണ് ഒരിക്കൽ പോലെ എൻ്റെ സൈഡിൽ നിന്ന് ചിന്തിക്കാത്തത്? എന്നെ മനസ്സിലാക്കാൻ വേറെ ആരാ ഉള്ളത്? അവൾ കരച്ചിലിൻ്റെ വക്കിലെത്തിയതുപോലെ ആദിക്ക് തോന്നി. അവൻ കസേര വലിച്ചിട്ട് അവൾക്കടുത്തേക്കിരുന്നു. എൻ്റെ അതിഥി, നിന്നെക്കുറിച്ച് ഞാൻ വീട്ടിൽ എന്തൊക്കെയാണ് പറയാറുള്ളതെന്ന് അറിയാമോ? എന്താ? അവൾ കണ്ണു തുറച്ചുകൊണ്ട് ചോദിച്ചു. വെറും 22 വയസ്സേ ഉള്ളൂ നിനക്ക്. നിന്റെ പ്രായത്തിൽ ഞാൻ നാട്ടിൽ വെറുതെ തേരെപ്പാര നടക്കുവാണ്. നീ ഈ സമയത്തിനുള്ളിൽ ഇപ്പോൾ 2ാമത്തെ ജോലിക്ക് കയറി എന്നേക്കാൾ സാലറി വാങ്ങിക്കുന്നു. ഒരു പുതിയ നഗരത്തിൽ ഒറ്റയ്ക്ക് വന്ന് ജീവിക്കുന്നു. എനിക്കറിയാം അതത്ര എളുപ്പമൊന്നും അല്ലെന്ന്. അതും പോരാതെ നീ വീട്ടുകാരെയും സഹായിക്കുന്നില്ലേ? നിന്റെ ഒരാവശ്യങ്ങൾക്കും മറ്റൊരാളെ ആശ്രയിക്കാതെ ജീവിക്കുന്നില്ലേ? ഈ 22 വയസ്സുള്ള പെൺകുട്ടിയിൽ നിന്ന് ഇതിൽ കൂടുതൽ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ഇനി അവർ വല്ലതും പറയുന്നുണ്ടെങ്കിൽ അത് അവരുടെ അറിവില്ലായ്മയായി കണ്ടാൽ മതി. ഇങ്ങനെ എന്തെങ്കിലും കുറച്ചുകൂടെ പറ, ഞാനൊന്ന് ചാർജ് ആവട്ടെ. അവൾ ചെറിയ ചിരിയോടെ കൈ രണ്ടും ടേബിളിൽ ഊന്നി കേൾക്കാൻ റെഡിയായി. നിന്നെപ്പറ്റി ഒരു വാക്കുപോലും നല്ലത് പറയാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ഒരിളവ് തരാം. അവൻ മുഖത്ത് ലേശം ഗൗരവം വരുത്തി. ശക്തി ഇടയ്ക്ക് ഡെസ്കിൽ പറയും, നിന്നെപ്പോലെ ഒരു അനിയത്തി വീട്ടിലുണ്ടെങ്കിൽ നല്ല രസമായിരിക്കുമെന്ന്. ആണോ? നിനക്ക് തോന്നിയോ അങ്ങനെ? തോന്നി. പക്ഷേ നിന്റെ കയ്യിലിരിപ്പ് വെച്ച് കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഞാൻ ചാക്കിലാക്കി വല്ല പുഴയിലും കൊണ്ട് കളയും. നീ പോടത്തേണ്ടി. ഇത് പറയാൻ ഇത്രയും പൊക്കി പറയേണ്ട ആവശ്യമൊന്നുമില്ല. അവൾ ആ തമാശകൾ ആസ്വദിക്കുന്ന പോലെ പറഞ്ഞു. ഭക്ഷണമെല്ലാം കഴിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അവൾ ഹോസ്റ്റലിൽ എത്തുമ്പോഴേക്കും 6 മണി കഴിഞ്ഞിരുന്നു. മുറി പൂട്ടി പാർക്കിൽ പോകാനിറങ്ങിയ സാക്ഷിയോടും അശ്വിനിയോടും ഞാനും വരുന്നെന്ന് പറഞ്ഞ് അവൾ ബാഗ് വെക്കാൻ റൂം തുറന്നു. നീ അതൊക്കെ വെച്ച് മെല്ലെ വന്നാൽ മതി. ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യാം. വരുമ്പോൾ ദേവികയെ കൂടെ വിളിക്കേ. ഇന്നലെ പോയതിൽ പിന്നെ അവളുടെ ഒരു വിവരവും ഇല്ല. സ്റ്റെപ്പ് ഇറങ്ങുന്നതിനിടെ സാക്ഷി വിളിച്ചു പറഞ്ഞു. അവൾ മുകളിലെ റൂമിൽ പോയി ദേവികയെയും വിളിച്ച് 4 പേരും പാർക്കിലേക്ക് നടന്നു. വേഗം നടന്നോ, അങ്ങോട്ട് നോക്കണ്ട കേട്ടോ. ഒരു ബെഞ്ചിൽ ചുറ്റുമുള്ള ഒന്നും തങ്ങളെ ബാധിക്കുന്നില്ലെന്ന ഭാവത്തിൽ പരസ്പരം ചേർന്നെന്ന് ചുംബിച്ചുകൊണ്ടിരുന്ന 2 പേരെ കണ്ട് ദേവിക പറഞ്ഞു. നീ എന്തിനാ ദേവു ഇത്ര അത്ഭുതപ്പെടുന്നത്? ഒന്നുമില്ലല്ലോ, നീയും ഒരു കാമുകിയല്ലേ? എന്നുവെച്ച് ഞങ്ങൾ ഇതൊക്കെ പബ്ലിക്കായി ചെയ്യുമെന്നാണോ? ദേവിക അല്പം പരിഭവത്തോടെ ചോദിച്ചു. അപ്പോൾ പ്രൈവറ്റായിട്ട് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ടല്ലേ? സാക്ഷി എടുത്തടിച്ച പോലെ ചോദിച്ചു. നിലവിൽ പബ്ലിക്കായിട്ടും പ്രൈവറ്റായിട്ടും ഒന്നുമില്ല, പോരെ? നിനക്ക് എന്തിൻ്റെ കേടാ സാക്ഷി? നീ അവളെ വെറുതെ വിട്ടേക്ക്. ദേവികയ്ക്ക് ദേഷ്യം വരുന്നുണ്ടെന്നും കണ്ടപ്പോൾ അതിഥി ഇടയിൽ കയറി. നിനക്കെന്താ സാക്ഷി പ്രശ്നം? ഇവർ തമ്മിൽ കിസ് ചെയ്യാത്താണോ? നിനക്കിത് പുത്തരിയല്ലെന്ന് കരുതി എല്ലാവരും അങ്ങനെയാവണമെന്നുണ്ടോ? എന്ത്? എനിക്കോ? സിദ്ധ് എനിക്ക് ജസ്റ്റ് ഫ്രണ്ട് മാത്രമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അതിന് സിദ്ധിൻ്റെ കാര്യം ഇവിടെ ആരാ പറഞ്ഞേ? നീ എന്താ കിസ് എന്ന് പറഞ്ഞപ്പോൾ സിദ്ധിനെ തന്നെ ഓർക്കാൻ കാര്യം? 3 പേരും കള്ളത്തരം കണ്ടുപിടിച്ച സന്തോഷത്തോടെ സാക്ഷിക്ക് നേരെ തിരിഞ്ഞു. ഇപ്പോൾ പോയാൽ മെസ്സിന്ന് ഫുഡ് കിട്ടും. നിങ്ങൾ വരുന്നുണ്ടോ? സാക്ഷി വിഷയം മാറ്റാൻ ശ്രമിച്ചു. ഇനിയും ഇത് പറഞ്ഞ് കളിയാക്കിയാൽ 2 ദിവസം മുഖം വീർപ്പിച്ച് നടക്കുമെന്ന് ഉറപ്പുള്ളതിനാൽ അവർ തൽക്കാലം കൂടുതലൊന്നും ചോദിക്കാതെ ഹോസ്റ്റലിലേക്ക് നടന്നു. അതെ, നിങ്ങൾ നടന്നു. ഞാനൊന്ന് ആൻറ്റിയുടെ അടുത്ത് പോയിട്ട് വരാം. ഞാൻ വന്നിട്ട് കഴിച്ചോളാം. അതിഥി പാർക്കിൽ നിന്നും നേരെ ആൻറ്റിയുടെ വീട്ടിലേക്ക് നടന്നു.
ഇന്നലത്തെ സംഭവത്തിന് ശേഷം ആൻറ്റിയെ വിളിച്ച് സംസാരിച്ചിട്ട് പോലുമില്ല. എന്താണ് ചോദിക്കേണ്ടതെന്ന് അവൾക്ക് നിശ്ചയമുണ്ടായില്ല. ഇപ്പോൾ അവിടേക്ക് കയറി ചെല്ലുമ്പോൾ ഉണ്ടാവാൻ പോകുന്ന ആ വീർപ്പുമുട്ടൽ ഫ്ലാറ്റിലേക്ക് നടക്കുമ്പോഴേ അവൾക്ക് അനുഭവപ്പെട്ടു. മോളെ, ഇപ്പോൾ ഇങ്ങോട്ടൊന്ന് കാണാനില്ലല്ലോ. ഡോർ തുറന്ന പാടെ അങ്കിൾ ചോദിച്ചു. അവൾക്ക് അയാളുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റുന്നുണ്ടായില്ല. ഇത്രയും നടന്നിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെ അയാൾ അഭിനയിച്ച് തകർക്കുന്നത് കണ്ടപ്പോൾ എന്തുകൊണ്ടാണ് തനിക്കിത് മറക്കാൻ കഴിയാത്തത് എന്നോർത്തപ്പോൾ അവൾക്ക് അറപ്പ് തോന്നി. അയാളുടെ ആ ചോദ്യത്തിന് മറുപടി നൽകാതെ അവൾ അടുക്കളയിലേക്ക് നടന്നു. ആൻറ്റി ഡിന്നർ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ശരീരത്തിൽ ഇപ്പോഴും വേദനയുടെ പാടുകൾ ശേഷിക്കുന്നുണ്ടെങ്കിലും അവർ അതെല്ലാം കണ്ടില്ലെന്ന് നടിച്ചു. അവർ വീണ്ടും പഴയ കുടുംബിനിയായി. നീ വന്നത് നന്നായി. ഇന്ന് അങ്കിൾ വന്നപ്പോൾ കുറേ മീൻ വാങ്ങി. നല്ല മീൻകറി വെച്ചിട്ടുണ്ട്. നിനക്ക് ചോറ് വേണോ ചപ്പാത്തി വേണോ? വറുക്കാനുള്ള വലിയ മീൻ കഷ്ണങ്ങളിൽ മസാല തേച്ച് പിടിപ്പിക്കുന്നതിനിടെ ആൻറ്റി ചോദിച്ചു. എനിക്കൊന്നും വേണ്ട, ഞാൻ കഴിച്ചിട്ടാണ് വന്നത്. അങ്ങനെ നീ പറഞ്ഞാൽ ഫുഡ് കഴിക്കാതെ പോകാൻ അങ്കിൾ സമ്മതിക്കുമോ? അയാളുടെ സമ്മതം ആർക്ക് വേണം? അവൾക്ക് ദേഷ്യം വന്നു. അമ്മ ഒന്ന് പതുക്കെ പറ. അങ്കിൾ ഹാളിൽ ഇരിക്കുന്നത് കണ്ടില്ലേ? ആൻറ്റി എന്തിനാണ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നത്? മതിയായില്ലേ? ഇവിടെ എല്ലാം എല്ലാവർക്കും അറിയാം. പിന്നെ ആരെ കാണിക്കാനാണ് ഈ ഫാമിലി ഡ്രാമ? ഞാൻ ഇനി ഇങ്ങോട്ട് വരില്ല. ആൻറ്റിക്ക് എന്നെ കാണണമെന്ന് തോന്നുമ്പോൾ ഹോസ്റ്റലിലേക്ക് വന്നാൽ മതി. നമുക്ക് സംസാരിക്കാം. അമ്മോ, ഇതൊക്കെ തന്നെയാണ് ജീവിതം. ഈ കാരണം കൊണ്ടാണ് നിനക്കിവിടെ വരാൻ തോന്നുന്നില്ല എന്നാണെങ്കിൽ ഒരു വീട്ടിലും കയറി ചെല്ലാൻ നിനക്ക് പറ്റിയെന്ന് വരില്ല. എല്ലാ കുടുംബത്തിലും നാടകങ്ങൾ തന്നെയാണ് നടക്കുന്നത്. മണിക്കൂറുകൾ എന്നത് ജീവിതകാലം മുഴുവൻ എന്ന് മാത്രം. നിനക്കിതല്ലാതെ അങ്കിളിനോട് ദേഷ്യം തോന്നാൻ വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? ആൻറ്റി ചെയ്തുകൊണ്ടിരുന്ന ജോലി പെട്ടെന്ന് നിർത്തിവെച്ച് അവളെ നോക്കി ചോദിച്ചു. എന്ത് കാരണം? അവൾക്ക് പെട്ടെന്ന് നെഞ്ചിനുള്ളിൽ എന്തോ കൊളുത്തി വലിക്കുന്നത് പോലെ തോന്നി. ഒന്നുമില്ല, വെറുതെ ചോദിച്ചതാ. അപ്പോൾ ഭക്ഷണം വേണ്ടല്ലേ? വേണ്ട, ഞാൻ ഇറങ്ങാണ് ആൻറ്റി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കൂ. ചേച്ചി എപ്പോൾ വന്നു? ഞാൻ കണ്ടില്ലല്ലോ. അടുക്കളയിൽ നിന്ന് ഇറങ്ങി വന്ന അതിഥിയെ കണ്ട് ശാലു ചോദിച്ചു. കുറച്ചു നേരമായി ഞാൻ അമ്മയോട് വെറുതെ സംസാരിച്ചിരിക്കുകയായിരുന്നു. മോളു, ചേച്ചിക്ക് അച്ഛൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചിപ്സ് എടുത്തു കൊടുക്ക്. അവരുടെ സംസാരത്തിനിടയിൽ മനഃപൂർവ്വം കയറാൻ ശ്രമിച്ചുകൊണ്ട് അങ്കിൾ പറഞ്ഞു. എനിക്കൊന്നും വേണ്ട, ഞാൻ ഇറങ്ങുവാണ്. മറുപടി വരുന്നതിന് മുൻപേ അവൾ വാതിലടച്ച് പുറത്തിറങ്ങി. തീ പടർന്നുകൊണ്ടിരിക്കുന്ന ഒരിടത്തു നിന്നും പൊള്ളലേൽക്കാതെ പുറത്തെത്തിയ പോലെ അവൾ വേഗത്തിൽ കോണിപ്പടികൾ ഇറങ്ങി. ചേച്ചി ഒന്ന് നിന്നേ, ഞാനും വരുന്നു. അവളുടെ പിറകെ ഓടിയെത്താൻ ശ്രമിച്ചുകൊണ്ട് ശാലു വിളിച്ചു പറഞ്ഞു. നീ എങ്ങോട്ടാ? അതിഥി തിരിഞ്ഞു നിന്ന് അവളെ നോക്കി. എനിക്ക് കുറച്ച് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനുണ്ട്. ചേച്ചിക്ക് ഇപ്പോൾ വീട്ടിൽ വരുന്നത് ഇഷ്ടമില്ലല്ലേ? ഫുട്പാത്തിലൂടെ നടക്കുന്നതിനിടെ ശാലു ചോദിച്ചു. ഹേയ്, അങ്ങനെയൊന്നുമില്ലടോ, സമയം കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. ചേച്ചിയും അമ്മയെയും അച്ഛനെയും പോലെ എന്നോട് കള്ളം പറയണ്ട. ചെറുപ്പം മുതലേ കളവ് കേട്ട് ശീലിച്ചുകൊണ്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. എനിക്ക് തന്നെ ഇഷ്ടമില്ല എൻ്റെ വീട്. പിന്നെ ചേച്ചിക്ക് എങ്ങനെ ഇഷ്ടമാവാനാണ്? ശാലു, നീ എങ്ങനെയെങ്കിലും +2 കഴിഞ്ഞ് ദൂരെയുള്ള കോളേജിൽ എവിടെയെങ്കിലും അപ്ലൈ ചെയ്യൂ. ഇവിടുന്ന് മാറി നിൽക്കുമ്പോൾ നിനക്ക് കുറച്ച് സമാധാനം ഉണ്ടാവും. അതിഥി നടക്കുന്നതിനിടെ അവളുടെ കൈമുറുകെ പിടിച്ചു. എല്ലാവരും എവിടെ പോയാലും തിരിച്ചെത്താൻ ആഗ്രഹിക്കുന്ന സ്ഥലം സ്വന്തം വീടാണ്. അച്ഛൻ്റെയും അമ്മയുടെയും കരുതലിലേക്കാണ്. പക്ഷേ എനിക്കത് നേരെ തിരിച്ചാണ്. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, എനിക്കൊരു അനിയനോ ചേട്ടനോ ഉണ്ടായെങ്കിലെന്ന്. നമ്മുടെ സങ്കടങ്ങൾ പറഞ്ഞൊന്ന് കരയാനെങ്കിലും സ്വന്തം എന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടായേനെ. എല്ലാവരും പറയും ഒറ്റ മോളായത് ഭാഗ്യമാണോ എന്ന്. ഭാവിയിലൊന്നും വീതം വെക്കേണ്ടി വരില്ലെന്നൊക്കെ. സമ്പത്തിനേക്കാൾ കൂടുതൽ വീതം വയ്ക്കാൻ എനിക്കുള്ളത് കുറേ സങ്കടങ്ങളാണ് ചേച്ചി. പക്ഷേ അതാർക്കും ആവശ്യമില്ല. ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനുള്ള പേപ്പർ കൈമാറുന്നതിനിടെ ശാലു തിരിഞ്ഞു നിന്ന് കണ്ണു തുറച്ചു. നിനക്ക് ഞാനില്ലടോ. എനിക്ക് നീ എൻ്റെ അനിയത്തി തന്നെയല്ലേ. നിനക്ക് ഞാനുണ്ടാവും. മടുത്തെന്ന് തോന്നുമ്പോൾ ഓടിപ്പോന്നേക്ക്. ബാക്കിയെല്ലാം നമുക്ക് പിന്നെ നോക്കാം. അതിഥി അവളെ ചേർത്ത് പിടിച്ചു. അല്ല, നിനക്കിനി ചേട്ടനെയും അനിയനെയും മാത്രമേ ബോധിക്കത്തുള്ളൂ? അതിഥി അവളെ തണുപ്പിക്കാൻ തമാശയെന്നാണോ ചോദിച്ചു. ഹേയ്, അങ്ങനെയല്ല. ഒരു പെൺകുട്ടിക്ക് എൻ്റെ അതേ നിസ്സഹായാവസ്ഥ തന്നെയാകും. പക്ഷേ ആൺകുട്ടികൾക്ക് അങ്ങനെയല്ലല്ലോ. അവർക്ക് നമ്മളെ സേഫായി നിർത്താൻ പറ്റും. ഒന്നുമില്ലെങ്കിലും പ്രതികരിക്കാനെങ്കിലും ശ്രമിക്കും. അതൊക്കെ നമുക്കും ആവടോ. ആദ്യം നീ ഒന്ന് ഇൻഡിപെൻഡൻ്റ് ആവൂ. അത് കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ ജീവിതം, നിൻ്റെ ഇഷ്ടങ്ങൾ. ആരും ഒന്നും ചോദിക്കാൻ വരില്ല. ഞാൻ ഇവിടുന്ന് മാറിയാൽ നീയും എൻ്റെ കൂടെ വരൂ. അവിടെ ഏതെങ്കിലും കോളേജിൽ ജോയിൻ ചെയ്യാം. നമുക്ക് ഒരുമിച്ച് ഒരു ഫ്ലാറ്റ് എടുത്ത് നിൽക്കാം. നല്ല രസമായിരിക്കും അല്ലേ? ആർക്കും ഒന്നിനും വിശദീകരണം കൊടുക്കേണ്ട. വഴക്കുകളില്ല. എല്ലാം നമ്മുടെ ഇഷ്ടം പോലെ. ശാലുവിൻ്റെ മുഖത്ത് ചെറിയ സന്തോഷം വന്നു തുടങ്ങി. അവൾ അതിഥിയെ മുറുകെ കെട്ടിപ്പിടിച്ചു. ഹോസ്റ്റലിലേക്ക് തിരിച്ചു നടക്കുന്നതിനിടെ അവൾ ശാലുവിനെക്കുറിച്ച് തന്നെ ആലോചിച്ചു കൊണ്ടിരുന്നു. മാതാപിതാക്കളുടെ വാശിക്കും വഴക്കിനുമിടയിൽ നഷ്ടമാകുന്ന കുട്ടികളുടെ ജീവിതത്തെപ്പറ്റി. സത്യത്തിൽ ആ കുട്ടികളെക്കാൾ വേദനിക്കുന്ന മറ്റാരെങ്കിലും ഉണ്ടാകുമോ? കുട്ടികളായിരിക്കുക എന്നത് ചിലപ്പോഴെങ്കിലും ഒരു ഗതികേടാണ്. അവരുടെ സങ്കടങ്ങളും അഭിപ്രായങ്ങളുമെല്ലാം കുട്ടികൾക്ക് എന്തറിയാം എന്ന ഒറ്റ ചോദ്യത്തിൽ റദ്ദ് ചെയ്യപ്പെടും. അതിഥിക്ക് അന്ന് എഴുതാൻ ഒരുപാടുണ്ടായിരുന്നു. അവൾ ഡയറി എടുത്ത് എഴുതാനിരുന്നപ്പോഴേക്കും സാക്ഷി മുഖം വീർപ്പിച്ചെത്തി. സിദ്ധുമായി ഉണ്ടായ വഴക്കും പരാതികളും പറഞ്ഞു തീർത്തപ്പോഴേക്കും ഒരുപാട് ലേറ്റായി. കിടക്കാൻ നേരം അതിഥി ഡയറി എടുത്ത് ബാഗിൽ വെച്ചു. നാളെ ഓഫീസിൽ നിന്ന് എങ്ങനെയെങ്കിലും സമയമുണ്ടാക്കി എഴുതണം. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. എഴുതേണ്ട സമയത്ത് എഴുതി തീർത്തില്ലെങ്കിൽ പിന്നീട് എത്ര കൂട്ടിവെക്കാൻ ശ്രമിച്ചാലും അക്ഷരങ്ങൾക്ക് ജീവനില്ലാത്ത പോലെ തോന്നും. കഥ തുടരും.